പേർഷ്യൻ ഗൾഫിൻ്റെ അല്ലെങ്കിൽ അറേബ്യൻ ഗൾഫിൻ്റെ സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് GCC എന്നുള്ള കൂട്ടായ്മ നമുക്കവിടെ കാണാൻ പറ്റും. 981 ഫോം ചെയ്ത ഒരു റീജിയണൽ ഓർഗനൈസേഷനാണ്. ഇറാൻ്റെ താല്പര്യമാണ് ഈ സംഘടനകൾ നടപ്പിലാക്കുന്നതെന്നാണ് ഒരു നറേറ്റീവ് വരുന്നത്. പക്ഷേ അവർക്കും അവരുടേതായിട്ടുള്ള പ്രാദേശിക താല്പര്യങ്ങൾ അതിലുണ്ട് എന്നുള്ളത് മറ്റൊരു സത്യമാണ്. ഇന്ത്യക്ക് എപ്പോഴും ഇന്ത്യയുടെ നാഷണൽ ഇൻട്രസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളൊരു ഓപ്ഷൻ മാത്രമേ എപ്പോഴും അതിലുണ്ടാവുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് ഫോളോ ചെയ്യുന്നു അതാത് കാലഘട്ടത്തിൽ. നമസ്കാരം, ഇൻസൈറ്റിലേക്ക് സ്വാഗതം. 2026 ഫെബ്രുവരി 28 ഇറാനിൽ ആദ്യമായി അമേരിക്കയും ഇസ്രായേലും ഒരു സംയുക്ത ആക്രമണം നടത്തിയത്. അതിനു പിന്നാലെ ഇറാൻ തിരിച്ചടിച്ചു. സ്ട്രെയ്റ്റ് ഓഫ് ഹോർമുസിൽ ആദ്യം തുടർന്ന ഭീഷണി ഇപ്പോൾ ബാബൽ മന്ദബിലേക്ക് വരെ വ്യാപിക്കുന്നു. ഇറാനും അമേരിക്കയും ഇസ്രായേലും നേരിട്ടുള്ള ഒരു സംഘർഷം പ്രാദേശികമായി വലിയൊരു കലാപമായി മാറുന്നു, വലിയൊരു സംഘർഷത്തിലേക്ക് പരക്കുന്നു. ഈ അവസരത്തിൽ എന്താണ് പശ്ചിമേഷ്യയിൽ സംഭവിക്കുന്നത്? പശ്ചിമേഷ്യയുടെ രാഷ്ട്രീയം എന്താണ്? ബാബൽ മന്ദബിനും സ്റ്റേറ്റ് ഓഫ് ഹോർമുസിനും സൂയസ് കനാലിനും എന്താണ് പ്രസക്തി? ഈ വിഷയത്തിൽ സംസാരിക്കാൻ നമ്മളോടൊപ്പം ഇന്നുള്ളത് MG യൂണിവേഴ്സിറ്റി സ്കൂൾ ഓഫ് ഇൻ്റർനാഷണൽ പൊളിറ്റിക്സ് ആൻഡ് റിലേഷൻസ് വിഭാഗം അധ്യാപകനും ഗവേഷകനുമായ ഡോക്ടർ ലിറാർ പുളിക്കലകത്താണ്. സർ നമസ്കാരം, ഇൻസൈറ്റിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ചർച്ചയുടെ വിഷയം തന്നെ ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആയ വിഷയമാണെന്ന് തോന്നുന്നു. അതായത് ഇറാൻ അല്പനാളുകളായി പശ്ചിമേഷ്യയിലെ ഒരു കേന്ദ്ര ബിന്ദുവായിട്ട് ഇറാൻ എന്ന് പറയുന്ന ഒരു രാജ്യം മാത്രമാണ് ചർച്ചയാവുന്നത്. ഒരുപക്ഷെ ഇറാനിൽ അമേരിക്കയും ഇസ്രായേലും ചേർന്ന് നടത്തിയിട്ടുള്ള സംയുക്ത ആക്രമണവുമായി ബന്ധപ്പെട്ട് ഇറാൻ്റെ തിരിച്ചടികളുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടാണ് പശ്ചിമേഷ്യയിലെ രാഷ്ട്രീയം തന്നെ ഇപ്പോൾ വ്യാഖ്യാനിക്കപ്പെടുന്നത്. ഇതൊരു പുതിയ സംഭവമാണോ? പശ്ചിമേഷ്യയിലെ ഒരു പൊതുവായ രാഷ്ട്രീയ സമവാക്യങ്ങൾ എന്തൊക്കെയാണ്? അതിൻ്റെ ഭാഗമായിട്ട് പശ്ചിമേഷ്യയോട് ചേർന്ന് കിടക്കുന്ന കടലിടുക്കുകളിൽ, പ്രത്യേകിച്ച് കപ്പൽ പാതകളിൽ ഏത് തരത്തിലാണ് വ്യാപാരത്തിൻ്റെ ഗതി നിർണ്ണയിക്കപ്പെടുന്നത്? അത്തരം വിഷയങ്ങൾ ഇന്ന് ചർച്ച ചെയ്ത് പോകാമെന്നാണ് കരുതുന്നത്. പശ്ചിമേഷ്യ ശരിക്കും അമേരിക്കയുടെ ഇറാൻ ആക്രമണത്തിന് മുമ്പ് അത്ര ശാന്തമായൊരു സ്ഥലമായിരുന്നു? നമ്മൾ പശ്ചിമേഷ്യയെ പറ്റി നമ്മൾ സംസാരിക്കുമ്പോൾ പശ്ചിമേഷ്യയുടെ എന്തുകൊണ്ടാണ് പശ്ചിമേഷ്യ ഇങ്ങനെ ചർച്ച ചെയ്യപ്പെടുന്നത്, എന്തുകൊണ്ടാണ് വിദേശ ശക്തികളും അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രധാനപ്പെട്ട അല്ലെങ്കിൽ സൂപ്പർ പവേഴ്സ്, നമുക്ക് അങ്ങനെ തന്നെ പറയാം, ലോകത്തെ ഭരിച്ചിരുന്ന സാമ്രാജ്യങ്ങളും അല്ലെങ്കിൽ കൊളോണിയൽ പവേഴ്സും ഇപ്പോൾ സൂപ്പർ പവേഴ്സായിട്ടുള്ള അമേരിക്ക അല്ലെങ്കിൽ ചൈനയോ റഷ്യ അടക്കമുള്ള രാഷ്ട്രങ്ങൾ എന്തുകൊണ്ടാണ് ഈ ഒരു മേഖലയിൽ ആധിപത്യം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് എന്ന് നമ്മൾ ചിന്തിക്കുമ്പം ഈ മേഖലയുടെ ഭൂമിശാസ്ത്രപരമായിട്ടും ചരിത്രപരമായിട്ടും അതേപോലെ സാമ്പത്തികമായിട്ടും സാംസ്കാരികമായിട്ടുമുള്ള ഈ മേഖലയുടെ പ്രത്യേകതകൾ നമ്മൾ പരിശോധിക്കേണ്ടി വരും. കാരണം നമ്മൾ ലോകത്തെ 7 കോണ്ടിനെൻ്റിലായിട്ട് ഒരുപാട് രാഷ്ട്രങ്ങളും ഒരുപാട് മേഖലകളും നമുക്ക് കാണാൻ പറ്റും. അതിപ്പം വെസ്റ്റ് ഏഷ്യ, സെൻട്രൽ ഏഷ്യ, ഈസ്റ്റ് ഏഷ്യ, സൗത്ത് ഏഷ്യ, സൗത്ത് ഈസ്റ്റ് ഏഷ്യ, അല്ലെങ്കിൽ വെസ്റ്റേൺ യൂറോപ്പ്, ഈസ്റ്റേൺ യൂറോപ്പ്, ലാറ്റിൻ അമേരിക്ക, സബ് സഹാറൻ ആഫ്രിക്ക, ഇങ്ങനെ ഒരുപാട് മേഖലകൾ ലോകത്തുണ്ട്. അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് അല്ലെങ്കിൽ കമ്പയറിങ് ടു ഈ മേഖലകളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് എന്തുകൊണ്ടാണ് പശ്ചിമേഷ്യ മാത്രം ഇത്ര സംഘർഷഭരിതമായിട്ട് നിൽക്കുന്നതും ഇന്നും എപ്പോഴും ലോകത്ത് ചർച്ച ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ ലോകത്തിൻ്റെ ഗതി നിയന്ത്രിക്കുന്ന ഒരു മേഖലയായിട്ട് മാറിയതിൻ്റെ ഈ കാരണങ്ങൾ ഞാൻ പറഞ്ഞ പോലെ രാഷ്ട്രീയപരമായിട്ടും സാമ്പത്തികപരമായിട്ടും ചരിത്രപരമായിട്ടും സാംസ്കാരികപരമായിട്ടും ഭൂമിശാസ്ത്രപരമായിട്ടും എല്ലാം ഒരുപാട് പ്രത്യേകതകൾ, നമുക്ക് കുറച്ചുകൂടി യുണീക്കായിട്ടുള്ളൊരു മേഖലയാണെന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ ഓരോന്നും വളരെ ബ്രീഫായിട്ട് പറഞ്ഞു തരാം. ഒന്ന്, ഇപ്പോൾ നമ്മൾ ഹിസ്റ്റോറിക്കലി നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ലോകത്തിലെ ക്രാഡിൽ ഓഫ് സിവിലൈസേഷൻ അല്ലെങ്കിൽ ഈ സംസ്കാരങ്ങളുടെ കളിത്തൊട്ടിൽ എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു മേഖലയാണ് പശ്ചിമേഷ്യ. അപ്പം ചരിത്ര വിദ്യാർത്ഥികൾക്കൊക്കെ അറിയാവുന്നൊരു വസ്തുതയാണ്, നമ്മൾ ലോകത്തിലെ തന്നെ ആദ്യത്തെ സിവിലൈസേഷൻ ആയിട്ടുള്ള സംസ്കാരം നമ്മൾ രൂപപ്പെടുന്നത് മെസ്സപ്പൊട്ടോമിയൻ സുമേറിയൻ സിവിലൈസേഷനൊക്കെയാണ്. അത് ഈ മെസ്സപ്പൊട്ടോമിയ എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇപ്പോഴത്തെ മോഡേൺ ഇറാഖാണ്. മെസ്സപ്പൊട്ടോമിയ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം തന്നെ ലാൻഡ് ബിറ്റ്വീൻ 2 റിവേഴ്സ് എന്നാണ്. ഈ 2 റിവേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോഴത്തെ യൂഫ്രട്ടീസ് ആൻഡ് ടൈഗ്രീസ് ആണ്. അപ്പോൾ അവിടെയാണ് ഈ ആദ്യത്തെ സംസ്കാരങ്ങളുടെ കളിത്തൊട്ടിൽ എന്നൊക്കെ അറിയപ്പെടുന്നത്. ഇതേ മേഖല പിന്നീട് നമുക്ക് നോർത്ത് ആഫ്രിക്കൻ റീജിയൻ കൂടി പരിശോധിക്കുകയാണെങ്കിൽ ഈ നമ്മുടെ ഈജിപ്തിൻ്റെ നൈൽ വാലി സിവിലൈസേഷൻ, ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ. സോ അങ്ങനെ ഈ ഒരു മേഖല എപ്പോഴും ചരിത്രപരമായിട്ട് തന്നെ അത്തരത്തിൽ അടയാളപ്പെടുത്തിയ അല്ലെങ്കിൽ ലോകത്ത് ഒരുപാട് സ്വാധീനിച്ച, ലോകത്തിന് ഒരുപാട് സംഭാവനകൾ നൽകിയ, അതിപ്പം ലിബിയ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇറിഗേഷൻ സിസ്റ്റമായിട്ട് അത്തരത്തിൽ ഒരുപാട് കോൺട്രിബ്യൂഷൻസ് നടത്തിയ ഒരു മേഖലയാണ് പശ്ചിമേഷ്യ എന്ന് പറയുന്നത്. നമ്മൾ
പശ്ചിമേഷ്യ എന്ന് പറയുമ്പോൾ പലപ്പോഴും ചരിത്രപരമായിട്ട് പശ്ചിമേഷ്യ നമ്മൾ ചരിത്രപരമായിട്ടും അതേപോലെ തന്നെ സാംസ്കാരികപരമായിട്ടും മതപരമായിട്ടും അല്ലെങ്കിൽ ഇങ്ങനെ പല ഭൂമിശാസ്ത്രപരമായിട്ടൊക്കെ പലപ്പോഴും ഈ പശ്ചിമേഷ്യ നമ്മൾ ഉത്തരാഫ്രിക്കയുമായിട്ട് കൂട്ടിക്കയറ്റിയിട്ട് പലപ്പോഴും പറയാറ്. അതുകൊണ്ട് തന്നെ പലപ്പോഴും നമ്മൾ അക്കാദമിക പഠനങ്ങളിലും അല്ലെങ്കിൽ പിന്നെ പോളിസി അനാലിസ്റ്റുകളൊക്കെ ഇതിൽ മെന അല്ലെങ്കിൽ വാന റീജിയൻ എന്നൊക്കെ പറയാറുണ്ട്. വെസ്റ്റ് ഏഷ്യ ആൻഡ് നോർത്ത് ആഫ്രിക്ക അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റ് ആൻഡ് നോർത്ത് ആഫ്രിക്ക എന്നൊക്കെയാണ് പറയാറ്. എനിക്ക് തോന്നുന്നു ഈ പലപ്പോഴും നമ്മളിപ്പോൾ മീഡിയ തന്നെ ഇപ്പോൾ നമുക്ക് മലയാളത്തിലടക്കം പല ചാനലുകൾ മിഡിൽ ഈസ്റ്റ് ന്യൂസ് എന്നൊക്കെ പറയും പല തലക്കെട്ടിലൊക്കെ കാണാറുണ്ട്. പലപ്പോഴും നമ്മൾ ഇൻ്റർചേഞ്ചബിളി മിഡിൽ ഈസ്റ്റ് എന്നും വെസ്റ്റ് ഏഷ്യ എന്നും അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മെന വാന റീജിയൻ എന്നൊക്കെ പറയും. ഇതെല്ലാം പശ്ചിമേഷ്യ ഇതെല്ലാം ആക്ച്വലി ഒരേ മേഖല തന്നെയാണ്. പക്ഷേ നോർത്ത് ആഫ്രിക്കയും കൂടി കൂടുമ്പോൾ കുറച്ചുകൂടി ഒരു വലിയൊരു മേഖലയായിട്ട് മാറുന്നു. ആക്ച്വലി നമ്മൾ ഈ പറയുന്നതെല്ലാം ഈ സൗത്ത് വെസ്റ്റ് ഏഷ്യയാണ് നമ്മൾ പരാമർശിച്ചത്. കൂടുതലായിട്ട് ഗൾഫ് കൺട്രീസും സറൗണ്ടിങ് ആയിട്ടുള്ള രാഷ്ട്രങ്ങളാണ് നമ്മൾ കൂടുതലായിട്ട് ആ രീതിയിൽ അടയാളപ്പെടുത്തുന്നത്. പക്ഷേ ഈ ഞാൻ പറഞ്ഞ പോലെ എന്തുകൊണ്ട് അതിൽ ഉത്തരാഫ്രിക്ക വരുന്നു അല്ലെങ്കിൽ അതിൻ്റെ കാരണങ്ങൾ നോക്കുകയാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ ചരിത്രപരമായിട്ടും മതപരമായിട്ടുള്ള ഒരുപാട് പശ്ചാത്തലമുണ്ട്. ഇപ്പോൾ ഈ മേഖല നമ്മൾ നോക്കുമ്പം ഏതാണ്ട് എല്ലാ മെജോറിറ്റി രാഷ്ട്രങ്ങൾ എന്താണ് മുസ്ലിം മെജോറിറ്റി രാഷ്ട്രങ്ങളാണ്. മെജോറിറ്റി രാഷ്ട്രങ്ങൾ അറബ് ഭാഷ സംസാരിക്കുന്ന രാഷ്ട്രങ്ങളാണ്. അതിനർത്ഥം എല്ലാ രാഷ്ട്രങ്ങളും മുസ്ലിം അല്ലെങ്കിൽ ആ രീതിയിലുള്ള. ഇപ്പോൾ ഇസ്രായേൽ ഒരു ജൂയിഷ് മെജോറിറ്റി രാഷ്ട്രമാണ്. അതേപോലെ തന്നെ എല്ലാ രാഷ്ട്രങ്ങളും അറബ് മെജോറിറ്റി അല്ല, എത്നിക് അല്ലെങ്കിൽ ലിംഗ്വിസ്റ്റിക് നോക്കുകയാണെങ്കിൽ. കാരണം നമ്മുടെ ഇറാനിൽ പേർഷ്യൻ ഭാഷയാണ്, അതേപോലെ തന്നെ തുർക്കിയിൽ ടർക്കിഷ് ആണ്, പിന്നെ അങ്ങനെ ഒരു പത്തിലും ഇസ്രായേൽ ഹീബ്രു ഭാഷ വരുന്നുണ്ട്. ഇങ്ങനെ ആ തരത്തിൽ ഡിഫറൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഇതാണ് അതിൻ്റെ ചരിത്രപരമായിട്ടുള്ള ഒരു മേഖലയുടെ പ്രാധാന്യം. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ മതപരമായിട്ടും അല്ലെങ്കിൽ സാംസ്കാരികപരമായിട്ടുള്ളൊരു മേഖലയുടെ പ്രാധാന്യം നോക്കുക. നമുക്കറിയാം ലോകത്തിലെ പ്രധാനപ്പെട്ട 3 ഏക ദൈവ വിശ്വാസത്തിൻ്റെ ഒരു ബർത്ത് പ്ലേസ് എന്ന് പറയും. ബർത്ത് പ്ലേസ് ഓഫ് 3 മോണോത്തിസ്റ്റിക് റിലീജിയൻസ് ഇൻ ദ വേൾഡ്. അത് ജുദായിസം, ഇസ്ലാം, ക്രിസ്ത്യാനിറ്റി പോലത്തെ മതങ്ങളുടെ ഒരു ജന്മഭൂമി കൂടിയാണ് ഈ ഒരു മേഖല. ഇപ്പോൾ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അത് സൗദി അറേബ്യ ആണെങ്കിൽ, ക്രിസ്ത്യാനിറ്റിയും ജുദായിസും അത് ഇപ്പോഴത്തെ ജെറുസലേം അല്ലെങ്കിൽ പറഞ്ഞ പലസ്തീൻ, ഇസ്രായേൽ ഈ ടെറിറ്ററിയിലാണ് ഇത് കിടക്കുന്നത്. അപ്പോൾ അങ്ങനെ അതുകൊണ്ട് തന്നെ ഈ 3 മതവിഭാഗങ്ങൾ ഒരുപാട് സാംസ്കാരികപരമായിട്ടും മതപരമായിട്ടും അല്ലെങ്കിൽ നമ്മൾ ഹോളി പ്ലേസസ് എന്നൊക്കെ അറിയപ്പെടുന്ന വിശുദ്ധ നാടുകൾ ഒരുപാടുള്ള ഒരു പ്രദേശമാണ് ഈ പശ്ചിമേഷ്യ. അതുകൊണ്ട് ഇപ്പം മക്ക, മദീന പോലത്തെ പ്രദേശങ്ങൾ വരുന്നു. അതേപോലെ ഇപ്പം ഷിയ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം കർബല, കൂഫ, ഖോം ഇങ്ങനത്തെ ഒരുപാട് സ്ഥലങ്ങൾ മെയിൻലി ഇറാഖിലാണ് ഇതെല്ലാം വരുന്നത് കൂടുതൽ. അതേപോലെ ക്രിസ്ത്യാനിറ്റിയെയും ജുദായിസത്തെയും സംബന്ധിച്ച് ഒരുപാട് ഇപ്പം നസറത്ത്, ബത്ലഹേം പോലത്തെ സ്ഥലങ്ങളൊക്കെ ഇപ്പോഴത്തെ എന്താണ്. അതേപോലെ ജെറുസലേം 3 രാഷ്ട്രങ്ങൾക്കും വിശുദ്ധമായിട്ട് 3 മതവിഭാഗങ്ങൾക്കും വിശുദ്ധമായിട്ടുള്ള സ്ഥലമാണ് ജെറുസലേം. അപ്പോൾ അത്തരത്തിൽ സാംസ്കാരികപരമായിട്ടും മതപരമായിട്ടും പ്രാധാന്യമുള്ളൊരു മേഖലയാണ് ഇതേ മേഖല. ഇനി നമ്മൾ സാമ്പത്തികമായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും ഈ ഒരു മേഖലയുടെ പ്രാധാന്യം എന്ന് വെച്ചാൽ നമുക്കറിയാം ലോകത്തിൽ തന്നെ പ്രധാനപ്പെട്ട ലോകത്തെ നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ ലോകത്തിൻ്റെ ചലനത്തിൽ നിർണായകമായിട്ടുള്ള സ്വാധീനം ചെലുത്തുന്ന ലോകത്തിൻ്റെ ഊർജ്ജത്തിൻ്റെ ഒരു ഹബ്ബായിട്ടാണ് അല്ലെങ്കിൽ എനർജി സെക്യൂരിറ്റിയെ ഡിഫൈൻ ചെയ്യുന്ന സ്വാധീനിക്കുന്ന ഒരു മേഖല. ലോകത്തിന് വേണമെങ്കിൽ പകുതിയിലധികം ലോകത്തിൻ്റെ, ഞാൻ അങ്ങനെ പറയാൻ കാരണം പല സ്റ്റാറ്റിസ്റ്റിക്സും ചിലത് പറയുന്നത് 2/3 ഓഫ് വേൾഡ്സ് പ്രൂവൺ ഓയിൽ റിസർവ്സ് എന്ന് പറയുന്നത് ഒപ്പെക്കിൻ്റെയും പല സ്റ്റഡീസിലും ചിലത് പല സ്റ്റാറ്റിസ്റ്റിക്സ് ഓരോ വർഷം മാറി. എന്തായാലും പകുതിയിലധികം ലോകത്തിൻ്റെ നാച്ചുറൽ റിസോഴ്സിലെ പ്രധാനപ്പെട്ട പെട്രോളിയം പ്രൊഡക്ട്സും അതേപോലെ നാച്ചുറൽ ഗ്യാസിൻ്റെയും കൂടി ഒരു കേന്ദ്രമാണ് ഇതേ മേഖല. അത് സൗദി അറേബ്യ മാത്രം തന്നെ ലോകത്തിൻ്റെ ഒരു പക്ഷേ വെനിസ്വേല കഴിഞ്ഞ ലോകത്തിലെ ഏറ്റവും കൂടുതലായിട്ട് പെട്രോളിയം റിസർവ്സ് ഉള്ള ഒരു രാജ്യമാണ്. അതൊരു പക്ഷേ ലോകത്തിൽ 4-ൽ 1 സൗദി അറേബ്യയിൽ മാത്രമുണ്ട്. കൂടുതലായിട്ട് ഗൾഫ് മേഖലയിലാണ്, പേർഷ്യൻ ഗൾഫിന് ചുറ്റിപ്പറ്റിയുള്ള മേഖലയിലാണ് ഈ ഒരു നാച്ചുറൽ റിസോഴ്സ് കൂടുതലുള്ളത്. അത് നോർത്ത് ആഫ്രിക്കയിലാണെങ്കിൽ കൂടുതലായിട്ട് ലിബിയയിലാണ് അതുള്ളത്. അപ്പം സാമ്പത്തികമായിട്ട് നോക്കുകയാണെങ്കിൽ ഇതൊക്കെ ഈ ഒരു മേഖലയുടെ പ്രത്യേകതയാണ് എന്ന് വിചാരിച്ച് എല്ലാ രാഷ്ട്രങ്ങളും ഈ പറഞ്ഞ നാച്ചുറൽ റിസോഴ്സ് ഉള്ള രാഷ്ട്രങ്ങളല്ല. ഈ ഒരു മേഖല സാമ്പത്തികമായിട്ട് ഒരുപാട് പിന്നെ വീക്കർ പൊസിഷനിലുള്ള രാഷ്ട്രങ്ങൾ, ഇപ്പം സിറിയ ആയിക്കോട്ടെ അല്ലെങ്കിൽ യമൻ അല്ലെങ്കിൽ പലസ്തീൻ, ഇത്തരം കുറേ രാഷ്ട്രങ്ങൾ, ജോർദാൻ, ഇവർക്കൊന്നും ഇത്തരത്തിൽ ഓയിൽ റിസോഴ്സ് ഒന്നും ഇല്ലാത്ത രാഷ്ട്രങ്ങളാണ്. അപ്പം ഓരോ രാഷ്ട്രങ്ങളും ഈ തരത്തിൽ നമുക്ക് സാമ്പത്തികമായിട്ട് മെച്ചപ്പെട്ട രാഷ്ട്രങ്ങൾ അല്ലെങ്കിൽ ആ രാഷ്ട്രങ്ങളെ ഡിപ്പെൻഡ് ചെയ്യുന്ന രാഷ്ട്രങ്ങൾ, ഇങ്ങനെ പല കാറ്റഗറി നമുക്ക് ഇവരൊക്കെ ഉൾപ്പെടുത്താൻ പറ്റും സാമ്പത്തികമായിട്ട്. എനിക്ക് തോന്നുന്നത് ഇപ്പോഴത്തെ ഒരു കോണ്ടെക്സ്റ്റിൽ നമ്മൾ ആഗോള രാഷ്ട്രീയം ചർച്ച ചെയ്യപ്പെടുന്ന ഇറാൻ അല്ലെങ്കിൽ സാറ് പറഞ്ഞ പോലെ സ്ട്രേറ്റ് ഓഫ് ഹോർമൂസൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഒരു ആസ്പെക്റ്റിലേക്ക് കിടക്കുകയാണെങ്കിൽ ഭൂമിശാസ്ത്രപരമായിട്ട് ഈ മേഖല എത്രത്തോളം അന്താരാഷ്ട്ര ബന്ധങ്ങൾ അല്ലെങ്കിൽ അന്തർദേശീയ രാഷ്ട്രീയത്തിൻ്റെ അല്ലെങ്കിൽ ഇത്തരത്തിലൊരു പൊളിറ്റിക്കൽ എക്കോണമിയൊക്കെ എത്രത്തോളം സ്വാധീനിക്കുന്നു എന്ന് അടയാളപ്പെടുത്താൻ ഈ ഒരു മേഖല എത്രത്തോളം
ഭൂമിശാസ്ത്രപരമായിട്ട് ആഗോളതലത്തെ സ്വാധീനിക്കുന്ന 1-2 പോയിന്റ്സ് പറയുകയാണെങ്കിൽ അതിന് ഒന്ന്, നമ്മൾ ഈ ഒരു മേഖലയുടെ ജോഗ്രഫിക്കൽ ലൊക്കേഷൻ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ പേര് തന്നെ അത് അടയാളപ്പെടുത്തുന്നത്. ഇപ്പം ഈ മേഖല ഞാൻ നേരത്തെ പറഞ്ഞു മിഡിൽ ഈസ്റ്റ് എന്നൊക്കെയാണ് പലപ്പോഴും നമ്മൾ വിളിക്കാറ്, സ്കോളേഴ്സും അല്ലെങ്കിൽ മീഡിയ അനലിസ്റ്റുകളൊക്കെ. ഈ മിഡിൽ ഈസ്റ്റ് എന്ന പേര് തന്നെ ആക്ച്വലി ഒരു യൂറോ സെൻട്രിക് ഒരു വെസ്റ്റേൺ ടെർമിനോളജിയാണ്. അത് വരാനുള്ള കാരണം നേരത്തെ ഇതേ മേഖല യൂറോപ്യൻസ് നിയർ ഈസ്റ്റ് എന്നായിരുന്നു വിളിച്ചത്. അതായത് യൂറോപ്യൻ കോണ്ടിനെൻറ്റിന് ഒരേ സമയം നിയർ ആണ്, അതേസമയം ഈസ്റ്റേൺ ഭാഗത്ത് വരുന്നതാണ്. അവർ ഫാർ ഈസ്റ്റ് എന്ന് വിളിച്ചിരുന്നത് ഇപ്പോഴത്തെ നമ്മൾ ഈസ്റ്റ് ഏഷ്യൻ കൺട്രീസ് എന്നറിയപ്പെടുന്ന ചൈന, അതേപോലെ കൊറിയ പോലത്തെ, ജപ്പാൻ പോലത്തെ രാഷ്ട്രങ്ങളാണ്. അപ്പോൾ ഇതേ നിയർ ഈസ്റ്റിനാണ് പിന്നീട് മിഡിൽ ഈസ്റ്റ് എന്നറിയപ്പെടുന്നത്. അത് ലോകത്തിൻ്റെ ഒരു ജോഗ്രഫി നോക്കിയാൽ ലോകത്തിൻ്റെ ഏതാണ്ട് ഒത്ത മധ്യത്തിലായിട്ട് വരും. അതേസമയം വെസ്റ്റേൺ കൺട്രീസിൻ്റെ ഈസ്റ്റേൺ സൈഡിലാണ്. അതാണ് ആക്ച്വലി മിഡിൽ ഈസ്റ്റ്. പക്ഷേ നമ്മൾ ഇന്ത്യക്കാർ ശരിക്കും മിഡിൽ ഈസ്റ്റ് എന്ന് പറയുന്നത് ടെക്നിക്കലി അത് കറക്റ്റ് അല്ല എന്നാണ് എൻ്റെ ഒരു വേർഷൻ. നമ്മൾ പശ്ചിമേഷ്യ എന്ന് തന്നെ നമ്മൾ പറയണം. കാരണം ഏഷ്യൻ കോണ്ടിനെൻറ്റിൻ്റെ വെസ്റ്റേൺ സൈഡിലായിട്ട് കിടക്കുന്ന എക്സാക്ട്ലി സൗത്ത് വെസ്റ്റ് ഏഷ്യൻ റീജിയനാണിത്. അപ്പോൾ ഈ ഒരു മേഖലയുടെ ഒരു പൊസിഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ 3 കോണ്ടിനെൻറ്റുകളുടെ ഒരു മീറ്റിംഗ് പോയിന്റിലാണ്. ഏഷ്യ, ആഫ്രിക്ക, അതേപോലെ യൂറോപ്പ്. അത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം, നമ്മളിപ്പോൾ നമ്മളെ ഇന്നത്തെ ചർച്ചാ വിഷയം എനിക്ക് നമ്മൾ ഈ കടലിടുക്കുകളൊക്കെ പറ്റിയിട്ടൊക്കെ സാറ് പറഞ്ഞു തുടക്കത്തിൽ. ലോകത്തിൻ്റെ പ്രധാനപ്പെട്ട വാട്ടർ ബോഡീസ് അത് ഈ ഒരു മേഖലയെ ചുറ്റിപ്പറ്റിയാണ് നിൽക്കുന്നത്. അത് അറേബ്യൻ സീ ആയിക്കോട്ടെ, ഗൾഫ് ഓഫ് ഒമാൻ ആയിക്കോട്ടെ, റെഡ് സീ അല്ലെങ്കിൽ മെഡിറ്ററേനിയൻ സീ, ഇന്ത്യൻ ഒഷ്യൻ്റെ വലിയൊരു ഭാഗം, പിന്നെ പ്രധാനപ്പെട്ട കനാലുകളായിട്ടുള്ള അല്ലെങ്കിൽ സ്ട്രാറ്റജിക് ചോക്ക് പോയിന്റ്സ് എന്നൊക്കെ നമ്മൾ വിളിക്കപ്പെടുന്ന ഈ കടലിടുക്കുകൾ, അത് സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസ്, അതുപോലെ ബാബൽ മന്ദബ്, സൂയസ് കനാല്, ടർക്കിയുടെ ഭാഗത്താണ് ബോസ്ഫോറസ് സ്ട്രേറ്റ്, ഇങ്ങനെ പ്രധാനപ്പെട്ട ലോകത്തിലെ വാട്ടർ ബോഡീസ് അല്ലെങ്കിൽ മാരിടൈം ട്രേഡ് റൂട്ട്സും അതുപോലെ തന്നെ ചോക്ക് പോയിന്റ്സുകളൊക്കെ വരുന്നൊരു മേഖല. അപ്പോൾ അത്തരത്തിൽ അന്തർദേശീയ ബന്ധങ്ങളെയും അല്ലെങ്കിൽ രാഷ്ട്രങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങളെയും യുദ്ധങ്ങളെയും അല്ലെങ്കിൽ എനർജി സെക്യൂരിറ്റിയെയും ഇങ്ങനെ പലതരത്തിൽ ലോകത്തെ സ്വാധീനിക്കാൻ പറ്റുന്ന ഒരു അത്രയും സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു മേഖലയാണ് പശ്ചിമേഷ്യ. അതുകൊണ്ട് തന്നെയാണ് മീഡിയകൾ ഇത്ര ചർച്ച ചെയ്യപ്പെടുന്നതും, അതുകൊണ്ട് തന്നെയാണ് ഇത്രയും എക്സ്റ്റേണൽ ആക്ടേഴ്സ് അല്ലെങ്കിൽ സൂപ്പർ പവേഴ്സ് ആയിട്ടുള്ള അമേരിക്ക അടക്കമുള്ള, ബ്രിട്ടൻ അടക്കമുള്ള, റഷ്യ അടക്കമുള്ള രാഷ്ട്രങ്ങളൊക്കെ ഈ മേഖലയെ സ്വാധീനിക്കാനും അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യാനും ഒക്കെ ശ്രമിക്കുന്നതിന് കാരണം അതിൻ്റെ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള കിടപ്പും അതോടനുബന്ധിച്ചെന്നുള്ള അഡ്വാൻറ്റേജസും കാര്യങ്ങളൊക്കെ. ഈ പശ്ചിമേഷ്യയെക്കുറിച്ച് പറയുമ്പോഴാണ്, പശ്ചിമേഷ്യയിലെ അങ്ങ് പറഞ്ഞ പോലെ ഈ ഒരു ഭൗമശാസ്ത്രപരമായിട്ടുള്ള പ്രത്യേകത, അതോടൊപ്പം തന്നെ അതിൻ്റെ സാമൂഹികപരമായിട്ടുള്ള വൈവിധ്യങ്ങൾ, ഒരു രാഷ്ട്രങ്ങൾക്ക് ഇടയിലുള്ള ഒരു ഡൈനമിക്സ്, അത് വലിയ രീതിയിൽ ഇത്തരത്തിലുള്ള വെസ്റ്റേൺ താല്പര്യങ്ങൾ ഇപ്പോൾ പശ്ചിമേഷ്യയിലേക്ക് വരുന്നു. ഈ ഒരു ഡൈനമിക്സിനെ കൂടെ മുതലെടുത്തുകൊണ്ടായിരിക്കും അവർ ഇത്തരത്തിൽ ഇതിനുള്ളിലേക്ക് കടന്നു വരുന്നത്. ഒരു പക്ഷേ ഈ ഒരു മൊത്തത്തിൽ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ, ഈ ഒരു ടോട്ടൽ ഡൈനമിക്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ പശ്ചിമേഷ്യയിൽ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പല രാജ്യങ്ങൾക്കിടയിലും പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ പാലസ്തീനും ഇസ്രായേലും തമ്മിൽ പ്രശ്നം നടക്കുന്നു. അത് ഏറെ നാളുകളായിട്ട് പശ്ചിമേഷ്യയിൽ വലിയ ആശങ്ക, ഇന്ത്യ പോലുള്ള രാജ്യങ്ങളുടെ നമ്മുടെയൊക്കെ വാണിജ്യ താല്പര്യങ്ങൾക്ക് വലിയ തിരിച്ചടി ഉണ്ടാക്കുന്ന പ്രശ്നമാണ് പലസ്തീനും ഇസ്രായേലും തമ്മിൽ ഒരു സ്ഥലത്ത് നടക്കുന്നത്. മറ്റു സ്ഥലത്ത് ഇപ്പോൾ ഇറാൻ പ്രശ്നം നടക്കുന്നു. ഇറാനും ഇസ്രായേലും തമ്മിലുള്ള പ്രശ്നമുണ്ട്. ഇപ്പോൾ സൗദി അടക്കമുള്ള രാജ്യങ്ങൾ നേരത്തെ നിലനിന്നിരുന്ന ഇറാനുമായി നിലനിന്ന അകൽച്ച, അതിപ്പോൾ ഇന്ന് നമ്മളിപ്പോൾ ഇത് ചർച്ച ചെയ്യുന്ന ദിവസം തന്നെ പരസ്പരം ആക്രമണം നടക്കുന്നുണ്ട്. അപ്പോൾ ഒരു വലിയ രീതിയിലൊരു പ്രാദേശിക സംഘർഷത്തിലേക്ക്, ഒരുപക്ഷെ അമേരിക്ക ആക്രമിക്കുന്ന സമയത്ത് ഇറാൻ തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നു, ഇതൊരു വലിയ പ്രാദേശിക സംഘർഷത്തിലേക്ക് വഴിതെളിക്കും, ഇത് വലിയ രീതിയിൽ ലോകത്തെ മൊത്തം ബാധിക്കുമെന്ന് ഇറാൻ വീണ്ടും ആവർത്തിച്ചിരുന്നൊരു കാര്യമാണ്. അങ്ങോട്ടാണോ കാര്യങ്ങൾ പോകുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള ഈ ഒരു മേഖലയുടെ കിടപ്പും അതുപോലെ തന്നെ ഈ മേഖലയെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന പ്രത്യേകിച്ച് എനർജി സെക്യൂരിറ്റി പോലത്തെ കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് ഈ മേഖലയെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരുപാട് രാഷ്ട്രങ്ങളുണ്ട്, ഒരുപാട് മേഖലകളുണ്ട്, യൂറോപ്പും ഏഷ്യയും പ്രത്യേകിച്ച്. അപ്പം അതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ എന്ത് സംഭവിച്ചാലും അതിൻ്റെ ഇമ്പാക്റ്റ് ഈ മേഖലയിൽ മാത്രം ഒതുങ്ങൂല. അതാണ് ഈ മേഖലയുടെ പ്രത്യേകത. അപ്പം നേരത്തെ പറഞ്ഞ പോലെ റീജിയണൽ റൈവൽറി അല്ലെങ്കിൽ ഈ മേഖലയിലെ വ്യത്യസ്ത രാഷ്ട്രങ്ങൾ തമ്മിലുള്ള സംഘർഷം ഈ ഒരു മേഖലയുടെ ഒരു ആദ്യത്തെ സംഭവമൊന്നുമല്ല. അത് ചരിത്രപരമായിട്ട് ഈ മേഖലയുടെ ഒരു പ്രത്യേകതയാണിത്. അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് പുറത്തുനിന്നുള്ള രാഷ്ട്രങ്ങളും സാമ്രാജ്യങ്ങളും ഈ മേഖല കൈയടക്കാൻ ശ്രമിച്ചത് പല കാരണങ്ങൾ കൊണ്ട്, ഓരോ കാലഘട്ടത്തിലും ഓരോ കാരണങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ചരിത്രപരമായിട്ട് നോക്കുകയാണെങ്കിൽ തന്നെ ഇതേ മേഖല റോമൻ എംപയറിൻ്റെ കൺട്രോൾ വന്നിട്ടുണ്ട്. മീൻസ് ഈ ബൈസൻ്റൈൻ ഈസ്റ്റേൺ റോമൻ എംപയറിൻ്റെ കൺട്രോൾ വന്നിട്ടുണ്ട്. അതിനുമുമ്പ് നമുക്കറിയാം ഇതേ മേഖല ഈ നേരത്തെ ഉമയ്യഡ് ഡൈനാസ്റ്റി, അബ്ബാസിഡ് ഡൈനാസ്റ്റി, പേർഷ്യൻ എംപയറൊക്കെ ഭരിച്ചൊരു മേഖലയാണ്. പിന്നീട് ഒട്ടോമൻ എംപയറിൻ്റെ കാലഘട്ടത്തിലൂടെ
അതിലൂടെ കുറേ കടന്നുപോയി. വേൾഡ് വാർ തുടങ്ങുന്നത് വരെ ഓട്ടോമൻ എംപയറിൻ്റെ കൺട്രോളിലായിരുന്നു. അതിനുശേഷം ഓട്ടോമൻ എംപയർ തകർന്ന സമയത്താണ് ഈ മാൻഡേറ്റ് സിസ്റ്റം യൂറോപ്യൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ലീഗ് ഓഫ് നാഷൻസ് ആണ് മാൻഡേറ്റ് സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ബ്രിട്ടനും ഫ്രാൻസുമാണ് ഈ മേഖല പിന്നീട് കുറേ കാലം കൺട്രോൾ ചെയ്തത്. ഏകദേശം 1920-കൾ തുടക്കം മുതൽ സെക്കൻഡ് വേൾഡ് വാറിൻ്റെ അവസാനം വരെ എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. അല്ലെങ്കിൽ ഈ മേഖലയിലെ രാഷ്ട്രങ്ങൾ പലതും സ്വാതന്ത്ര്യം നേടുന്നത് വരെ ഈ മാൻഡേറ്റ് സിസ്റ്റത്തിൻ്റെ ഒരു ഭാഗമായിരുന്നു. അതിൻ്റെ മാൻഡേറ്റ് സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ടാണ് ബ്രിട്ടൻ, ജോർഡാൻ, ഇറാഖ്, പലസ്തീൻ പോലത്തെ ഭാഗങ്ങളൊക്കെ ടെറിട്ടറീസ് എല്ലാം ബ്രിട്ടൻ്റെ കൺട്രോൾ വരുന്നു. അതേപോലെ സിറിയ, ലെബനോൻ പോലത്തെ പ്രദേശങ്ങളെല്ലാം ഫ്രാൻസിൻ്റെ കൺട്രോൾ വരുന്നു. പിന്നീട് ഇതേ മേഖലകളൊക്കെ ഇൻഡിപെൻഡൻ്റ് ആവുകയാണ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അത് ആക്ച്വലി ബ്രിട്ടനും ഫ്രാൻസും തമ്മിലുള്ള സൈക്സ് പീക്കോട്ട് എഗ്രിമെൻ്റ് എന്ന 1916 കരാറിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പറഞ്ഞ പാർട്ടീഷനിങ് ഒക്കെ നടക്കുന്നത്. ഇപ്പം ഈ മേഖലയിലെ പല രാഷ്ട്രങ്ങളുടെയും ആധുനിക നമ്മളെന്താ പറയുക ബൗണ്ടറികളൊക്കെ നോക്കുമ്പം ഏറെക്കുറെ ആ സൈക്സ് പീക്കോട്ട് എഗ്രിമെൻറ്റിനോട് ചേർന്ന് നിൽക്കുന്ന ബൗണ്ടറികൾ തന്നെയാണ് കാണാൻ പറ്റും. അതായത് അവരുടെ സാമ്രാജ്യത്തെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് കൊളോണിയൽ അല്ലെങ്കിൽ വെസ്റ്റേൺ പുറത്തുനിന്നുള്ള ആളുകൾ അതാത് സമയത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഓരോ പോളിസികളും നയങ്ങളും ആണ് ഒരു പക്ഷേ നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും ഇപ്പോൾ ആ മേഖലയിൽ നടക്കുന്ന സംഘർഷങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു കാരണം. ഇപ്പം മാഷ് നേരത്തെ ഇസ്രായേൽ പലസ്തീൻ കോൺഫ്ലിക്റ്റിൻ്റെ കാര്യം പറഞ്ഞു. ഇസ്രായേൽ എന്ന രാഷ്ട്രം അവിടെ 1948 ഫോം ചെയ്യപ്പെടുന്നത്. അതിനു മുമ്പ് നമുക്കറിയാൻ പറ്റും ഇസ്രായേൽ എന്ന രാഷ്ട്രം അവിടെ ഇല്ല ആക്ച്വലി. അപ്പം ഈ ഒരു രാഷ്ട്രം ഫോം ചെയ്തതിന് ശേഷമാണ് ഒരുപക്ഷെ ആ മേഖലയിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുന്നത്. അല്ലെങ്കിൽ ആ മേഖലയിൽ ഇപ്പോൾ ഈ അറബ് രാഷ്ട്രങ്ങളും ഇസ്രായേലും തമ്മിൽ സംഘർഷങ്ങൾ നടക്കുന്നു. അറബ് ഇസ്രായേൽ കോൺഫ്ലിക്റ്റ് എന്നുള്ള പേരിൽ തന്നെ 48 യുദ്ധം നടക്കുന്നുണ്ട്, 1956 നടക്കുന്നത്, 67 നടക്കുന്നത്, 73 നടക്കുന്നുണ്ട്. പിന്നീട് ആ യുദ്ധത്തിൻ്റെ സ്വഭാവം മാറിയിട്ട് ഇസ്രായേൽ അറബ് കോൺഫ്ലിക്റ്റ് എന്ന് മാറിയിട്ട് ഇസ്രായേൽ പലസ്തീൻ കോൺഫ്ലിക്റ്റ് എന്ന രീതിയിലേക്ക് മാറുന്നു. ഇപ്പോൾ അത് വീണ്ടും ചുരുങ്ങിയിട്ട് ഇസ്രായേൽ ഹമാസ് കോൺഫ്ലിക്റ്റ് എന്ന രീതിയിലേക്ക് മാറി. അതിനനുസരിച്ച് ഭൂമിശാസ്ത്രപരമായിട്ട് ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. നേരത്തെ ഉണ്ടായിരുന്ന പലസ്തീൻ ടെറിട്ടറീസിൻ്റെ സൈസ് കുറഞ്ഞു വരുന്നു. അതിനനുസരിച്ച് ഇസ്രായേൽ എന്ന രാഷ്ട്രത്തിൻ്റെ ടെറിട്ടറി എക്സ്പാൻഡ് ചെയ്ത് വരുന്നു. ഇങ്ങനെ ഒരുപാട് പൊളിറ്റിക്കൽ ഡെവലപ്മെൻറ്റ്സ് നടക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്കറിയാം അത് വീണ്ടും പല തരത്തിൽ വൈഡൻ ചെയ്യപ്പെടുകയാണ്. അത് പലസ്തീൻ ടെറിട്ടറി മാത്രം ഒക്കുപ്പൈ ചെയ്യുന്നതിൽ ഒതുങ്ങുന്നില്ല, മറിച്ച് നൈബറിങ് കൺട്രീസ് ആയിട്ടുള്ള സിറിയ ഓൾറെഡി 1967 വാറിൽ ഗൊലാൻ ഹെയ്റ്റ്സ് പിടിച്ചടക്കുന്നു. പിന്നീട് 81 അത് ഇസ്രായേൽ ഒഫീഷ്യലി അനക്സേഷൻ നടത്തുന്നുണ്ട്. 1967 തന്നെ ഈജിപ്തിൻ്റെ സിനായ് പെനിൻസുല എടുക്കുന്നുണ്ട്. പക്ഷേ പിന്നീട് 1979 ക്യാമ്പ് ഡേവിഡ് അക്കോർഡിന് ശേഷം അത് തിരിച്ചു കൊടുക്കുന്നുണ്ട് നമുക്കറിയാം. അതേപോലെ തന്നെ ഇപ്പോൾ നടക്കുന്നത് സദേൺ ലെബനോനിലേക്കുള്ളൊരു എക്സ്പാൻഷൻ നമുക്ക് കാണാൻ പറ്റും. ഈ ഹിസ്ബുള്ള ഇസ്രായേൽ കോൺഫ്ലിക്റ്റിൻ്റെ ഭാഗമായിട്ട് ഹിസ്ബുള്ള മെയിൻലി ലെബനോൻ്റെ സദേൺ ടെറിട്ടറീസിലാണ് അവർ സെറ്റിൽ ചെയ്തിരിക്കുന്നത്. അപ്പം ഇങ്ങനെ പലതരം മൾട്ടിപ്പിൾ പല സൈഡിലേക്കായിട്ടാണ് ഇസ്രായേലിൻ്റെ ഒരു എക്സ്പാൻഷൻ നടക്കുന്നത്. അപ്പം ഓരോ എക്സ്പാൻഷൻ നടക്കുമ്പോഴും അല്ലെങ്കിൽ ഓരോ ഒക്കുപ്പേഷനും സംഗതികളും നടക്കുന്നതിനനുസരിച്ച് ഈ പറഞ്ഞ രാഷ്ട്രങ്ങളും അല്ലെങ്കിൽ നോൺ സ്റ്റേറ്റ് ആക്ടേഴ്സും ഇസ്രായേലും തമ്മിൽ സംഘർഷം കൂടി വരുന്നു. അപ്പോൾ അതൊരു ഭാഗത്ത് നടക്കുന്നു. ഇപ്പുറത്ത് നമ്മൾ പേർഷ്യൻ ഗൾഫിൻ്റെ അല്ലെങ്കിൽ അറേബ്യൻ ഗൾഫിൻ്റെ സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് GCC എന്നുള്ള കൂട്ടായ്മ നമുക്കവിടെ കാണാൻ പറ്റും. 1981 ഫോം ചെയ്ത ഒരു റീജിയണൽ ഓർഗനൈസേഷനാണ്. അത് തുടക്കത്തിൽ അതൊരു എക്കണോമിക് ഒരു ഓർഗനൈസേഷൻ എന്നുള്ള രീതിയിലായിരുന്നു. പിന്നീട് നമുക്ക് കാണാൻ പറ്റും അത് കുറച്ചുകൂടി ഒരു പൊളിറ്റിക്കൽ സെക്യൂരിറ്റി തലത്തിലേക്ക് അത് വളർന്നു വരുന്നു. അപ്പം അതേസമയം ഈ മേഖലയെ മൊത്തം ഉൾക്കൊള്ളുന്ന വേറെ പല സംഘടനകളൊക്കെ ഉണ്ട്. അപ്പം OIC ഫോർ എക്സാമ്പിൾ അത് കൂടുതലായിട്ട് ഈ മേഖലയിലെ രാഷ്ട്രങ്ങളാണ്. പക്ഷേ അവർ മാത്രമല്ല നമുക്കറിയാം. അതേപോലെ തന്നെ അറബ് ലീഗ് 1945 ഫോം ചെയ്തൊരു സംഘടനയുണ്ട്. 20-ലധികം രാഷ്ട്രങ്ങൾ, 22ഓളം രാഷ്ട്രങ്ങൾ അതിലെ മെമ്പേഴ്സാണ്. കൂടുതൽ ഈ പശ്ചിമേഷ്യയിലെ രാഷ്ട്രങ്ങൾ തന്നെയാണ്. പക്ഷേ ഈ സംഘടനകൾ അല്ലെങ്കിൽ ഇത്തരം റീജിയണൽ ഓർഗനൈസേഷൻസ് അത് പൊളിറ്റിക്കൽ, എക്കണോമിക്, റിലീജിയസ് അല്ലെങ്കിൽ ലിംഗ്വിസ്റ്റിക് ഇങ്ങനെ പല നേച്ചറിലുള്ള സംഘടനകളൊക്കെ ഉണ്ടെങ്കിൽ കൂടിയും ഇപ്പോഴും ഈ മേഖലയിലെ രാഷ്ട്രങ്ങൾ തമ്മിൽ പല കാര്യത്തിലും ഐക്യമില്ല. ഇൻക്ലൂഡിങ് GCCക്കകത്ത് പോലും നമുക്ക് ഐക്യമില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ റീസെൻ്റായിട്ട് നടന്ന പല കാര്യത്തിലും ഡെവലപ്മെൻറ്റ്സ് നോക്കുകയാണ്. ഈവൻ സൗദി അറേബ്യയും UAEയും തമ്മിൽ പോലും പല വിഷയത്തിലും കോൺഫ്ലിക്റ്റ് ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ യമനിലെ ഇടപെടൽ ഫോർ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ യമനിലെ നേരത്തെ നമുക്കറിയാൻ പറ്റും യമനിൽ ഇപ്പോൾ 2 ഗവൺമെൻറ്റാണ് ആക്ച്വലി. അത് ഇൻ്റർനാഷണലി റെക്കഗ്നൈസ്ഡ് ഗവൺമെൻറ് എന്ന് പറയുന്നു. അത് എത്രത്തോളം ഇൻ്റർനാഷണൽ റെക്കഗ്നൈസ്ഡ് ആണെന്ന് എനിക്കറിയില്ല. ഈവൻ ആ ഗവൺമെൻറ് തന്നെ ആക്ച്വലി യമൻ ബേസ്ഡ് ആയിട്ടുള്ള ഗവൺമെൻറ് അല്ല, ഞാൻ മനസ്സിലാക്കുന്നത് സൗദി ബേസ്ഡ് ആയിട്ടുള്ള ഗവൺമെൻറ് ആണ്. ഓക്കെ, കാരണം നല്ല മെജോറിറ്റി ഒരു പോർഷൻസും ഇൻക്ലൂഡിങ് സന, ക്യാപിറ്റൽ സിറ്റി സന അടക്കം കൺട്രോൾ ചെയ്യുന്നത് ഹൂത്തികളാണ്, ഇറാനിയൻ സപ്പോർട്ടോടെയുള്ള. അതേപോലെ തന്നെ അപ്പോൾ ഈ യമനിലെ ഒരു കാര്യം ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞു എന്നുള്ളൂ. ഈ സൗദിയും UAEയും
തമ്മിൽ ഇപ്പം അവരുടെ താല്പര്യങ്ങൾ രണ്ട് രീതിയിലാണ് പോകുന്നത്. രണ്ട് ഗ്രൂപ്പുകളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കോണ്ടക്സ്റ്റിലേക്ക് വരെ കാര്യങ്ങളെത്തി. ഇതേ ഒരു കോൺഫ്ലിക്റ്റിംഗ് ഇൻട്രസ്റ്റ് നമുക്ക് സുഡാനിലും വേണമെങ്കിൽ കാണാൻ പറ്റും. സൗദിയും ഈജിപ്തും ഒരു വിഭാഗത്തെ സപ്പോർട്ട് ചെയ്യുന്നു, അതേസമയം UAE വേറെ വിഭാഗത്തെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. ഇവർ തമ്മിലുള്ള ഫൈറ്റാണ് ഇപ്പോൾ ആക്ച്വലി ഈ സുഡാനിലെ വലിയൊരു ഡിസ്പ്ലേസ്മെൻറ്റ് ക്രൈസിസിലേക്കും സിവിൽ വാറിലേക്കൊക്കെ നയിക്കുന്നത്. അപ്പം ഈ മേഖലയിലെ രാഷ്ട്രങ്ങൾ അതിൻ്റെ കൂടെയാണ് നമ്മളിപ്പം ഇറാനുമായിട്ട് ബന്ധപ്പെട്ട ഇപ്പം ഈ ചർച്ചകളും അല്ലെങ്കിൽ അന്തർദേശീയ മാധ്യമങ്ങളും മുഴുവൻ ഇറാൻ്റെ പുറകെയാണല്ലോ. നേരത്തെ എപ്പോഴും ഒരു സൈഡിൽ ഇസ്രായേൽ ആണെങ്കിൽ ഇപ്പോൾ എപ്പോഴും ഒരു സൈഡിൽ ഇറാനാണ് വരുന്നത്. അപ്പോൾ ഇറാനും ഈ മേഖലയിലെ ഒരു രാഷ്ട്രങ്ങളും തമ്മിൽ നല്ല ബന്ധത്തിലെന്ന് നമുക്ക് കാണാൻ പറ്റും. ഇസ്രായേലുമായിട്ട് നല്ല ബന്ധത്തിലുള്ള, ഇറാനുമായിട്ട് ഈ മേഖല ഏതെങ്കിലും തരത്തിൽ നല്ലൊരു ബന്ധം ഉണ്ടായിരുന്ന ഒരു രാഷ്ട്രം വേണമെങ്കിൽ സിറിയ ആയിരുന്നു. അത് വെച്ചാൽ ബഷാറുൽ ആസാദ് അവിടുന്ന് പോയതിന് ശേഷം സിറിയയും ആ തരത്തിൽ നമുക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ ഇറാൻ ഒരു തരത്തിൽ പറയുകയാണെങ്കിൽ ആ മേഖലയിൽ ഒരു ഒറ്റപ്പെട്ട ഒരവസ്ഥയാണ്, ഒരു തരത്തിൽ അങ്ങനെ വേണമെങ്കിൽ പറയാം. പക്ഷേ അതേസമയം ഇറാനുള്ള ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട്. അത് ജിയോഗ്രഫിക്കലായിട്ടുള്ള കുറേ അഡ്വാൻറ്റേജസ് ഉണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരുപാട് നോൺ സ്റ്റേറ്റ് ആക്ടേഴ്സ് പവർഫുൾ ആയിട്ടുള്ള വേണമെങ്കിൽ ഇപ്പം പലതരത്തിൽ ഈ പറഞ്ഞ നോൺ സ്റ്റേറ്റ് ആക്ടേഴ്സ് ആയിട്ടുള്ള ഹൂത്തികൾ അല്ലെങ്കിൽ ഹമാസ്, ഹിസ്ബുള്ള ഇവരൊക്കെ പലതരത്തിൽ അവരുടെ ഒരു മിലിറ്ററി കാപ്പബിലിറ്റീസ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു പവറൊക്കെ ആക്ച്വലി വീക്കൻ ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടി ഇപ്പോഴും ഇതേ ഈ സഖ്യങ്ങളും അല്ലെങ്കിൽ സായുധ സംഘങ്ങളൊക്കെ വളരെ പവർഫുള്ളാണ്. അല്ലെങ്കിൽ അവർക്ക് കൃത്യമായിട്ട് സ്വാധീനിക്കാൻ പറ്റും. പ്രത്യേകിച്ച് ഹൂത്തികളൊക്കെ ഇപ്പോൾ നമുക്കറിയാം ഈ ബാബൽ മന്ദബുമായിട്ട് ബന്ധപ്പെട്ട് ലേറ്റസ്റ്റ് ആയിട്ട് നടക്കുന്ന ബ്ലോക്കേഡും കാര്യങ്ങളൊക്കെ ആക്ച്വലി ഹൂത്തീസാണ് ഇത് കൺട്രോൾ ചെയ്യുന്നത്, ആ ഒരു മേഖല, യമൻ്റെ ആ ഒരു ഭാഗം. അപ്പം ഇത്തരത്തിൽ ഇറാൻ ഇപ്പോഴും ആ മേഖലയിൽ കൃത്യമായിട്ട് സ്വാധീനമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു യുദ്ധം അപ്പം നേരത്തെ സാറ് പറഞ്ഞ് ഫെബ്രുവരി 28 തുടങ്ങിയതാണ്. അതായത് 1-2 ആഴ്ചകൾ കൊണ്ട് അല്ലെങ്കിൽ മാക്സിമം ഒരു മാസം കൊണ്ട് ഇറാനെ തീർക്കാം അല്ലെങ്കിൽ ഇറാൻ തന്നെ വരച്ച വരൽ നിർത്താം എന്ന് പറഞ്ഞ് തുടങ്ങിയ യുദ്ധം ഇപ്പോൾ 5 മാസം കഴിഞ്ഞു. ഇപ്പോഴും അമേരിക്ക പറയുന്ന സ്ഥലത്തേക്ക് ഇറാനെ ആ ഒരു ടേംസിലേക്ക് കൊണ്ടുവരാൻ ഇറാന് അമേരിക്കക്ക് പറ്റിയിട്ടില്ല. ഇറാനെ അവരിപ്പോഴും അവരെ പോയിന്റിൽ ഉറച്ചു നിൽക്കുന്നു, അവരെ ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുന്നു, ഡിമാൻഡിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് മാത്രമല്ല യുദ്ധത്തിന് മുമ്പുണ്ടായിരുന്ന ഇറാനല്ല യുദ്ധം തുടങ്ങിയതിന് ശേഷം കൂടുതൽ ആവശ്യങ്ങളും കൂടുതൽ ഡിമാൻഡുമാണ്. എത്രത്തോളം എന്ന് പറഞ്ഞാൽ സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസ് നേരത്തെ അവിടെ കപ്പലും അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളൊക്കെ ഓയിലും കാര്യങ്ങളൊക്കെ ഫ്രീ ആയിട്ട് അതിലൂടെ പോയിരുന്നത് ഇനി അതിന് ടോൾ കൊടുക്കണമെന്നുള്ള അവസ്ഥയിലേക്ക് ഇറാൻ ശാഠ്യം പിടിക്കുന്നതിലേക്ക് കാര്യങ്ങളെത്തി. അപ്പോൾ ഇത് അമേരിക്കയുടെ ഭാഗത്ത് വന്ന യുദ്ധത്തിന് മിലിറ്ററിലി ഫെയിലിയറോ അല്ലെങ്കിൽ ഡിപ്ലോമാറ്റിക് ഫെയിലിയർ ആണോ ഇൻ്റലിജൻസ് ഫെയിലിയർ ആണോ എന്നുള്ളൊരു ചോദ്യം മാത്രമേ ഉള്ളൂ. എന്തായാലും ഞാൻ മനസ്സിലാക്കുന്ന അമേരിക്ക ഇറാനെ ഭയങ്കരമായിട്ട് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു. ഇറാൻ്റെ കാപ്പബിലിറ്റീസും പൊട്ടൻഷ്യലും അല്ലെങ്കിൽ അത്തരത്തിലുള്ള, കാരണം ആ ഒരു മേഖലയിൽ ബാക്കി രാഷ്ട്രങ്ങളുമായിട്ട് കമ്പയർ ചെയ്ത് ഇറാന് പലതരത്തിൽ അഡ്വാൻറ്റേജ് ഉണ്ട്. അത് കൃത്യമായിട്ട് പഠിച്ച് ഇതാക്കുന്നത് അമേരിക്ക പരാജയപ്പെട്ടു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത് പറഞ്ഞു വന്നപ്പോഴാണ്, അതായത് ഇറാൻ്റെ ചുറ്റും നമ്മളിപ്പോൾ കണക്കാക്കുകയാണെങ്കിൽ ഈ ഒരു ഭൂപ്രകൃതിയൊക്കെ കണക്കിലെടുക്കുമ്പോൾ പ്രധാനപ്പെട്ട 2-3 കടലിടുക്കുകൾ ഇറാൻ്റെ ചുറ്റുമുണ്ട്. ഒന്ന് അങ്ങ് നേരത്തെ സൂചിപ്പിച്ച പോലെ ബാബൽ മന്ദബുണ്ട്. പതിവായി ഇപ്പോൾ ഭീഷണി മുഴങ്ങിക്കൊണ്ടിരിക്കുന്ന, വലിയ രീതിയിൽ തടസ്സപ്പെടുന്ന, ചരക്ക് ഗതാഗതം ബുദ്ധിമുട്ടുന്ന ഹോർമുസ് കടലെടുപ്പ് ഒരു വശത്തുണ്ട്. സൂയസ് കനാലിലേക്ക് വേണമെങ്കിൽ ഇറാന് കൃത്യമായിട്ട് ടാർഗറ്റ് ചെയ്ത് കടന്നെത്താവുന്നതാണ്. അപ്പോൾ വളരെ തന്ത്രപ്രധാനമായി എനിക്കൊന്ന് ലോകത്തിലെ വ്യാപാരത്തിൻ്റെ വലിയൊരു പങ്ക് കടന്നു പോകുന്ന, കടലിലൂടെയുള്ള വ്യാപാരത്തിൻ്റെ വലിയൊരു പങ്ക് കടന്നു പോകുന്ന 3 പ്രധാനപ്പെട്ട കടലിടുക്കുകൾ ഇങ്ങനെ ഇറാൻ്റെ ആക്സസിബിലിറ്റിയിൽ കിടക്കുകയാണ്. അപ്പോൾ ഈ കടലിടുക്ക് ഇപ്പോൾ ഹോർമുസിലായിരുന്നു നമ്മൾ ആദ്യം ഈ ഭീഷണിയും തർക്കവും അധികാര തർക്കവും ചർച്ചയും ഒക്കെ കാണുന്നത്. ഇപ്പോഴത് കുറച്ചുകൂടെ മാറി അങ്ങ് ഇപ്പോൾ സൂചിപ്പിച്ച പോലെ ബാബൽ മന്ദബിലേക്ക് ഹൂത്തികൾ കൂടി എത്തുന്നു. ഒരുപക്ഷെ മറ്റ് വിഭാഗങ്ങൾ ഒരുപക്ഷെ ഇനിയിപ്പോൾ വരും ദിവസങ്ങളിൽ ഇറാനും അമേരിക്കയും തമ്മിലുള്ള സംഘർഷം വളരെ രൂക്ഷമായിട്ട്, വളരെ മോശമായിട്ട് വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇപ്പോൾ ഏകദേശം സമാധാന ശ്രമങ്ങളൊക്കെ ഏകദേശം എവിടെയും എത്താത്തൊരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഈ കടലിടുക്കിലേക്കുള്ള ഇറാൻ്റെ അല്ലെങ്കിൽ ഇറാൻ്റെ സപ്പോർട്ടേഴ്സായിട്ടുള്ള പ്രോക്സി ആയിട്ടുള്ള സംഘടനകളുടെ കടന്നുവരവ്, ഏത് തരത്തിലാണ് ഇതൊരു അന്താരാഷ്ട്ര വ്യാപാര രംഗത്തെ ബാധിക്കുക? ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഭൂമിശാസ്ത്രപരമായിട്ട് നമ്മൾക്ക് എല്ലാവർക്കും അറിയുന്ന കുറേ ബേസിക് വസ്തുതകൾ. ഇപ്പം നമുക്കറിയാം ലോകത്തിൻ്റെ തന്നെ ഭൂമിയുടെ ഒരു വേണമെങ്കിൽ 4/3 ഭാഗവും വെള്ളത്താൽ ചുറ്റപ്പെട്ട, നമ്മൾ പണ്ട് പഠിച്ച കാര്യങ്ങളാണ്. ആ 4/3 ഭാഗം വെള്ളത്താൽ ചുറ്റപ്പെട്ട ഇതേ വെള്ളത്തിൻ്റെ അകത്ത് തന്നെ 2/3 ഭാഗവും നമുക്ക് ഈ തരത്തിൽ ഒരുപാട് കപ്പൽ ഗതാഗതമായിട്ട് ബന്ധപ്പെട്ട മേഖലകളാണ്. അതിൽ തന്നെ നമുക്ക് വേണമെങ്കിൽ 2 കാറ്റഗറി ആയിട്ട് ഇപ്പം നമ്മൾ ചോക്ക് പോയിൻറ്റ്സിനെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത്, കടലിടുക്കുകളെ പറ്റിയിട്ട്. ഈ കടലിടുക്കുകൾ വേണമെങ്കിൽ നമുക്ക് 2 കാറ്റഗറി ആയിട്ട് എടുക്കാം. ഒന്ന് നാച്ചുറൽ ആയിട്ടുള്ള കടലിടുക്കുകൾ, അതേസമയം വേറൊരു കാറ്റഗറി കൂടിയുണ്ട് മാൻമെയ്ഡ് ആയിട്ടുള്ള ആർട്ടിഫിഷ്യലി ഉണ്ടാക്കിയെടുത്ത കടലിടുക്കുകൾ. ഇപ്പം നേരത്തെ സാറ് പറഞ്ഞ സൂയസ് കനാലൊക്കെ ആക്ച്വലി ഒരു മാൻമെയ്ഡ് ആയിട്ടുള്ള ഒരു കനാലാണ്. അത്
1859 അതിൻ്റെ കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. 10 വർഷം കൊണ്ടാണ് അത് തീർക്കുന്നത്. 1869 എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അത് ഒഫീഷ്യലി ഇനോഗ്രേറ്റ് ചെയ്യുന്നത്. ഒരു ഫ്രഞ്ച് ഡിപ്ലോമാറ്റ് കം എഞ്ചിനീയർ ആയിട്ടുള്ള ഒരു ഫെർഡിനാൻഡ് ഡെ ലെസപ്പ് എന്നുള്ളൊരു കക്ഷിയാണ് അതിൻ്റെ ഒരു ശില്പിയായിട്ട് നമ്മൾ കാണുന്നത്. മീൻസ് അത് നേരത്തെ ബ്രിട്ടീഷുകാർ തുടങ്ങിയൊരു പരാജയപ്പെട്ട പ്രൊജക്റ്റായിരുന്നു. പിന്നീടാണ് ഫ്രഞ്ച് കമ്പനി ഏറ്റെടുത്ത്, അല്ലെങ്കിൽ പിന്നീട് ലേറ്റസ്റ്റ് ആയിട്ട് അതിന് ശേഷം അത് ഫ്രാൻസും ബ്രിട്ടനും കൂടിയാണ് അത് കൺട്രോൾ ചെയ്തത് കുറേ കാലം. പിന്നെ അവസാനം 1956 ഈജിപ്ഷ്യൻ പ്രസിഡന്റ് ആയിരുന്ന ജമാൽ അബ്ദുൽ നാസർ അതിനെ നാഷണലൈസ് ചെയ്യുന്നത്. പിന്നീട് 1956 തന്നെ സൂയസ് ക്രൈസിസ് എന്നറിയപ്പെടുന്ന അത് വേറൊരു വിഷയം. അപ്പം ഒരുപക്ഷെ അതൊരു ടേണിംഗ് പോയിന്റ് അത് എനിക്ക് തോന്നുന്നത് പറയണമെന്ന് തോന്നുന്നു. കാരണം ആ 1956 ആ ഒരു സൂയസ് ക്രൈസിസ് ഈ ഒരു മേഖല അല്ലെങ്കിൽ ഗ്ലോബൽ പൊളിറ്റിക്സിനെ തന്നെ ഒരുപാട് സ്വാധീനിച്ചൊരു പ്രധാനപ്പെട്ട സംഭവവികാസമാണ്. കാരണം അതുവരെ ആ ഒരു മേഖല കൺട്രോൾ ചെയ്തിരുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആ ഒരു കനാൽ, ആ ഒരു വാട്ടർ ബോഡി അല്ലെങ്കിൽ ആ ഒരു കപ്പൽ ഗതാഗത മാരിടൈം ട്രേഡ് റൂട്ട് കൺട്രോൾ ചെയ്തിരുന്നത് ബ്രിട്ടനും ഫ്രാൻസുമായിരുന്നു. അതിനുശേഷമാണ് ആക്ച്വലി അതിൻ്റെ സ്വാധീനം അവർക്ക് നഷ്ടപ്പെട്ടതിന് ശേഷമാണ് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും ബ്രിട്ടൻ്റെ സ്വാധീനം ആഗോള തലത്തിൽ കുറഞ്ഞത്. പിന്നീടാണ് അമേരിക്കയുടെ ഉദയം നമ്മൾ കാണുന്നത്. അത് ഐസൻഹോവർ എന്നാണ് അമേരിക്കയുടെ പ്രസിഡന്റ് 1956 ഐസൻഹോവറൊക്കെ ഇടപെട്ടിട്ടാണ് യുദ്ധം ഇതാകുന്നതും, അല്ലെങ്കിൽ അത് ഈജിപ്തിൻ്റെ അവകാശവാദം അവർ അംഗീകരിച്ചു കൊടുക്കുന്നത് ഐസൻഹോവറിൻ്റെ ഒക്കെ മീഡിയേഷനിലാണ്. ആക്ച്വലി സൂയസ് ക്രൈസിസ് ഈജിപ്തിനെ ഫ്രാൻസും ബ്രിട്ടനും ഇസ്രായേലും കൂടിയിട്ടാണ് ആക്രമിക്കുന്നത്. അപ്പോൾ അത് സൈനികപരമായിട്ട് അത് നാസറിനും ഈജിപ്തിനും അതൊരു പരാജയമാണെങ്കിൽ കൂടി ഡിപ്ലോമാറ്റിക്കലി വലിയൊരു വിജയമായിരുന്നു. കാരണം ആ ഒരു കനാലിൻ്റെ കൺട്രോള്, അതുവഴിയുള്ള സാമ്പത്തിക നേട്ടം, ടോള് വഴിയുള്ളതെല്ലാം ഈജിപ്തിൻ്റെ റവന്യൂവിൻ്റെ പ്രധാനപ്പെട്ട സോഴ്സ് ആക്ച്വലി സൂയസ് കനാലാണ്. അപ്പം ആ കനാലിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അത് ചെങ്കടലിനെയും മെഡിറ്ററേനിയനും ബന്ധിപ്പിക്കുന്നത്. ഏകദേശം ഒരു 120 മൈലോളം നീളമുള്ളൊരു കനാലാണത്. മെഡിറ്ററേനിയനിലെ പോർട്ട് സെയ്തും റെഡ് സീയിലെ പോർട്ട് സൂയസുമാണ് അത് കണക്ട് ചെയ്യുന്നത്. അതൊരു മാൻമെയ്ഡ്, അതിൻ്റെ ഒരു സൈഡിൽ നിന്ന് വേണമെങ്കിൽ നമുക്ക് സിനായ് പെനിൻസുലാണ്, വേറൊരു സൈഡിൽ നൈൽ ഡെൽറ്റയൊക്കെ അങ്ങനെ കിടക്കുന്ന ഒരു പ്രദേശമാണിത്. വളരെ സ്ട്രാറ്റജിക്കലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള. അതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താ വെച്ചാൽ ഈ മാരിടൈം ട്രേഡിൽ ഒരു പക്ഷേ യൂറോപ്പിൽ നിന്ന് ഏഷ്യൻ കോണ്ടിനെൻ്റ് അല്ലെങ്കിൽ വെസ്റ്റേൺ യൂറോപ്പിൽ നിന്ന് ലോകത്തിൻ്റെ കിഴക്ക് ഭാഗത്തേക്ക് ഈസ്റ്റേൺ സൈഡിലേക്ക്, അല്ലെങ്കിൽ അന്നത്തെ കോണ്ടക്സ്റ്റിൽ അതിൻ്റെ പ്രാധാന്യം എന്താ വെച്ചാൽ പ്രധാനപ്പെട്ട യൂറോപ്യൻ കോളനീസ് എല്ലാം ഏഷ്യയിലും ഇവിടെയൊക്കെ കിടക്കുന്നതാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് വേണമെങ്കിൽ നമുക്ക് ലണ്ടനിൽ നിന്ന് മുംബൈയിലേക്ക് എത്താനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ഷോർട്ട് കട്ടായിരുന്നു. ആ സൂയസ് കനാൽ ഇല്ല എന്നുണ്ടെങ്കിൽ അവർക്കെന്താണ് ആഫ്രിക്കൻ കോണ്ടിനെൻ്റ് മുഴുവൻ ചുറ്റിക്കറങ്ങിയിട്ട് നമ്മളൊക്കെ പഠിച്ച ശുഭപ്രതീക്ഷ മുൻപ് കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് അത് ചുറ്റിയിട്ട് വരണമായിരുന്നു. അപ്പോൾ ഏകദേശം അതിൻ്റെ പകുതി ഡിസ്റ്റൻസ് മാത്രം മതി ഇതുവഴി ക്രോസ് ചെയ്യുകയാണെങ്കിൽ, സൂയസ് കനാൽ വഴി ക്രോസ്. അപ്പോൾ അത്തരം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കനാലാണ് സൂയസ് കനാൽ. പക്ഷേ ഇപ്പോൾ നമ്മൾ കൂടുതൽ ന്യൂസിലൊക്കെ നമ്മൾ കൂടുതൽ കേൾക്കുന്നത് സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസും അതേപോലെ ബാബൽ ബന്ധമാണ്. ഈ സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസിൻ്റെ ഒരു പ്രത്യേകത നമുക്ക് കാണാൻ പറ്റും. അത് ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു കപ്പൽ ഗതാഗത ഒരു മാർഗ്ഗമാണത്, ഒരു കടലിടുക്ക്. അത് ആക്ച്വലി ഇറാനാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഭാഗം കൺട്രോൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇറാൻ്റെ ടെറിട്ടറിക്ക്, മാരിടൈം ടെറിട്ടറിക്ക് അകത്തൂടെയാണ് പോകുന്നത്. അത് കഴിഞ്ഞാൽ അതിന് ഇപ്പോഴത്തെ സദേൺ സൈഡിൽ വരുന്നത് ഒരു ഭാഗത്ത് UAE അല്ലെങ്കിൽ ഒമാനാണ് മെയിനായിട്ട്. മീൻസ് ആ തരത്തിൽ ടെക്നിക്കലി നോക്കുകയാണെങ്കിൽ അതിൻ്റെ ടെറിട്ടറി ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇറാൻ ഒരു ഭാഗത്ത് ഒമാന്. അപ്പം ഈ ഒരു ചോക്ക് പോയിന്റിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ആ ഒരു മേഖലയിലാണ് ലോകത്തിലെ പ്രധാനപ്പെട്ട എണ്ണ ഉൽപ്പാദന രാഷ്ട്രങ്ങൾ, അല്ലെങ്കിൽ എണ്ണയും ഗ്യാസ് അടക്കമുള്ള കാര്യം, പ്രത്യേകിച്ച് ഈ GCC രാഷ്ട്രങ്ങളും ഇറാനും ഇറാഖ് അടക്കമുള്ള രാഷ്ട്രങ്ങളൊക്കെ ആ മേഖലയിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഓയിൽ പ്രൊഡ്യൂസിങ് കൺട്രീസ് ആയിട്ടുള്ള, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട നാച്ചുറൽ ഗ്യാസിൻ്റെ ഒക്കെ ഒരു രാഷ്ട്രമായിട്ടുള്ള ഖത്തർ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇറാൻ, ഇവർക്ക് ഈ പ്രൊഡക്ട്സ് എല്ലാം അന്താരാഷ്ട്ര വിപണിയിലേക്ക് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഈ സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസ് വഴി വേണം കൊണ്ടുപോകാൻ. അതുപോലെ സൗദി അറേബ്യക്കും അല്ലെങ്കിൽ UAEക്കും വേറെ 1-2 ഓപ്ഷൻസ് വേണമെങ്കിൽ ഉണ്ട് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. ഇപ്പോൾ സൗദി അറേബ്യക്ക് ഒരു ഈസ്റ്റ് വെസ്റ്റ് പൈപ്പ് ലൈൻ ഉണ്ട് അവർക്ക്, യാംബു തുറമുഖത്തേക്ക് റെഡ് സീയിലേക്ക് എത്തുന്നത്. അതേസമയം UAE സംബന്ധിച്ച് അവർ ഫുജൈറ പോർട്ട് വേറെ ഓപ്ഷൻ ഉണ്ട്. ഒമാനും ഇതിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ട കാര്യമില്ല. പക്ഷേ ഇറാഖ്, കുവൈത്ത്, ഖത്തർ, ബഹ്റൈൻ ഈ രാഷ്ട്രങ്ങൾക്ക് ഈ സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസ് അല്ലാത്ത വേറെ ഓപ്ഷൻസ് വളരെ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ രാഷ്ട്രങ്ങളൊക്കെ
എന്താണ് ഈ സ്ട്രൈറ്റ് ഓഫ് ഹോർമൂസിനെ അത്രയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതിലേറെ ഇതേ രാഷ്ട്രങ്ങളിലേക്ക് ഇങ്ങോട്ട് വരേണ്ട പ്രവർത്തനം നമ്മൾ എക്സ്പോർട്ട് മാത്രം ചിന്തിച്ചാൽ പോരല്ല, ഇമ്പോർട്ടിനെ പറ്റി ചിന്തിക്കണ്ട. അപ്പം അവരുടെ ഒരു ട്രേഡിനെയും അവരുടെ എക്കോണമിയെയും അവരുടെ നിലനിൽപ്പിനെയും ഡെവലപ്മെൻറ്റ്സിനെയൊക്കെ അത് കൃത്യമായിട്ട് ബാധിച്ച് തുടങ്ങിയിട്ടുണ്ട്. അത് വലിയൊരു അതിലേറെ ഒരു ഇതെന്താ വെച്ചാൽ ഇതേ രാഷ്ട്രങ്ങൾ ഏറെക്കുറെ എല്ലാ രാഷ്ട്രങ്ങളും അമേരിക്കയുടെ സഖ്യ കക്ഷികളെന്നറിയപ്പെടുന്ന രാഷ്ട്രങ്ങളാണ്. ഇതേ സഖ്യ രാഷ്ട്രങ്ങൾക്ക് സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യുമെന്നുള്ള പ്രോമിസിൽ അല്ലെങ്കിൽ ആ ഒരു പേരിലാണ് അമേരിക്കൻ മിലിറ്ററി ബേസും നാവൽ ബേസും എയർ ബേസൊക്കെ ഇതേ രാഷ്ട്രങ്ങൾ കിടക്കുന്നത്. എന്നിട്ട് പോലും ഈ രാഷ്ട്രങ്ങൾക്ക് ഇത്രയും ദിവസം ഇപ്പം നമ്മൾ 5 മാസമായിരുന്നു, 5 മാസമായിട്ടും ഈ ഒരു ബ്ലോക്കേഡ് മറികടക്കാനോ ഇറാനെ പൂർണ്ണമായിട്ടും തകർക്കാനോ ഇറാൻ്റെ അല്ലെങ്കിൽ ഇവർ പറഞ്ഞ ഡിമാൻഡിലേക്ക് ആ ഒരു പോയിന്റിലേക്ക് ഇറാൻ എത്തിക്കാൻ അവരെ കൊണ്ട് പറ്റിയിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു കോൺഫ്ലിക്റ്റിൻ്റെ കോണ്ടെക്സ്റ്റ്. അതിൻ്റെ കൂടെ തന്നെ ഇപ്പം നമ്മൾ സ്ട്രൈറ്റ് ഓഫ് ഹോർമൂസ് പറഞ്ഞു, അതുപോലെ സൂയസ് കനാൽ പറഞ്ഞു. ഈ 2 സ്ട്രൈറ്റിൻ്റെ മിഡിലായിട്ട് വരുന്ന ഒരു ചോക്ക് പോയിൻ്റാണ് ബാബൽ മന്ദബ്. നമ്മൾ അറേബ്യൻ പെനിൻസുല അങ്ങനെ ചുറ്റി വന്നിട്ട് അതിൻ്റെ ഈ ഒരു സൈഡിൽ വരുന്നത് അത് യമനാണ് ഒരു ഭാഗത്ത് കിടക്കുന്നത്. ഇപ്പുറത്തെ സദേൺ സൈഡിൽ വരുന്നത് ജിബൂട്ടി, എരിത്രിയ പോലത്തെ രാഷ്ട്രങ്ങളാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ നമ്മൾ വീണ്ടും അത് ഇറാനുമായിട്ട് കണക്ട് ചെയ്യേണ്ടി വരും. കാരണം ഇറാനെ ഈ മേഖലയിൽ സപ്പോർട്ട് ചെയ്യുന്ന സായുധ സംഘങ്ങളിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരു ആക്ടറാണ് ഈ ഹൂത്തീസ്. ഇപ്പോഴത്തെ സദേൺ യമൻ, നോർത്തേൺ യമനൊക്കെ കൺട്രോൾ ചെയ്യുന്ന പ്രധാനപ്പെട്ട പോർഷൻ അവരാണ്, ഇൻക്ലൂഡിങ് ഈ ഹുദൈദ തുറമുഖവും അതേപോലെ സന ക്യാപിറ്റൽ സിറ്റി അടങ്ങി ഇവരുടെ കൺട്രോളിലാണ്. ഇവർ എപ്പോഴൊക്കെ ഇറാൻ ഇവരെ സപ്പോർട്ട് തേടിയിട്ടുണ്ട് അതെല്ലാം അവർ കൃത്യമായിട്ട് പ്രൊവൈഡ്. അത് മാത്രമല്ല അവർ ഏതൊക്കെ കോണ്ടെക്സ്റ്റിൽ ഈ റെഡ് സീ വഴിയുള്ള കപ്പൽ ചരക്ക് ഗതാഗതത്തെ അവർ തടസ്സപ്പെടുത്തണമെന്ന് വിചാരിച്ച് അവർ സക്സസ്ഫുള്ളി അവർക്ക് നടപ്പാക്കാൻ പറ്റിയിട്ടുണ്ട്. അത് ഗാസ ക്രൈസിസിൻ്റെ സമയത്ത് നടന്നിട്ടുണ്ട്. അതേപോലെ യമനിൽ ഹൂത്തികളും ഈ സൗദി അറേബ്യ വിമത പ്രശ്നമുള്ള സമയത്ത് അവർ നടത്തിയിട്ടുണ്ട്. ഇപ്പോഴും അത് വീണ്ടും അവർ നടത്തി. ഇപ്പോൾ അവർ കൃത്യമായിട്ട് കുറച്ചുകൂടി സ്പെസിഫിക് ആയിട്ട് പറയുന്നുണ്ട് അവർ ടാർഗറ്റ് ചെയ്യുന്നത് സൗദി ഷിപ്പിനാണ്. സൗദിയിലേക്ക് പോകുന്നതും സൗദിയിലേക്ക് വരുന്നതുമായിട്ടുള്ള സൗദിയിൽ നിന്ന് പോകുന്നതും വരുന്നതുമായിട്ടുള്ള ഷിപ്പിനാണ് ടാർഗറ്റ് ചെയ്യുന്നത്. അത് സക്സസ്ഫുള്ളി 2-3 കപ്പലുകൾ അവർ ആക്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഇപ്പോഴത്തെ അതിൻ്റെ പ്രാധാന്യം എന്ന് വെച്ചാൽ സ്ട്രൈറ്റ് ഓഫ് ഹോർമൂസ് ഏകദേശം 20% എന്താണ് ആഗോള ട്രേഡിനെ കൺട്രോൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ബാബൽ മന്ദബ് ഏകദേശം 12% കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ ഇത് രണ്ടും കൂടി ആകുമ്പം എന്താണ്, രണ്ടും ബ്ലോക്ക് ചെയ്യപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ രാഷ്ട്രങ്ങളിൽ നിന്ന് ലോകത്തിൻ്റെ വിപണിയിലേക്ക്, പ്രത്യേകിച്ച് യൂറോപ്പിലേക്ക് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഏഷ്യൻ വിപണിയിലേക്ക് പോകേണ്ട പ്രൊഡക്റ്റ്, പ്രത്യേകിച്ച് എനർജി സെക്യൂരിറ്റിയായിട്ട് ബന്ധപ്പെട്ട ഓയിലിൻ്റെ ഒരു ഫ്രീ ഫ്ലോനെ അത് അഫക്റ്റ് ചെയ്യുന്നു. ഇപ്പോൾ സൗദി അറേബ്യനെ അത് കൂടുതൽ ബാധിക്കാൻ കാരണം സ്ട്രൈറ്റ് ഓഫ് ഹോർമൂസ് അടഞ്ഞു കിടന്നപ്പോൾ സൗദി എന്താണ് അവരുടെ ഈ ഓയിൽ ട്രേഡും കാര്യങ്ങളൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞു ഈസ്റ്റ് വെസ്റ്റ് പൈപ്പ് ലൈൻ വഴി യാംബു തുറമുഖത്തേക്ക് എത്തിച്ച് അതുവഴി അവർക്ക് ഷിപ്പിന് പറ്റുമായിരുന്നു. ഈ സ്ട്രൈറ്റ് ഓഫ് ഈ ബാബൽ മന്ദബും ബ്ലോക്ക് ചെയ്യപ്പെട്ടു, സത്യം പറഞ്ഞാൽ 2 ഭാഗം ബ്ലോക്ക് ചെയ്യപ്പെട്ടു. അപ്പോൾ അത് ഏകദേശം എല്ലാ ഗൾഫ് രാഷ്ട്രങ്ങളെയും അത് അഫക്റ്റ് ചെയ്യുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചു. അപ്പോൾ എഗെയിൻ ഇറാൻ പറയുന്നിടത്തേക്ക് കാര്യങ്ങൾ വരുന്ന രീതിയിലേക്കാണ് ഇപ്പം ഡെവലപ്മെൻറ്റ്സ് എല്ലാം പോകുന്നത്. ഇപ്പോൾ അമേരിക്ക ഈ വിഷയത്തിൽ എടുക്കുന്ന നിലപാടെന്ന് പറയുന്നത് ഇവരോടൊപ്പം നിന്നുകൊണ്ട് തന്നെ വെടക്കാക്കി തനിക്കാക്കുക എന്നൊക്കെ നമ്മൾ പറയുന്ന പോലത്തെ ഒരു നിലപാടാണ് അമേരിക്ക സ്വീകരിക്കുന്നത്. അപ്പോൾ ഈ 3 കടലിടുക്കുകൾ നമ്മളിപ്പോൾ സൂചിപ്പിച്ചതുപോലെ 3 കടലിടുക്കുകളിൽ വലിയ രീതിയിലുള്ള സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട്. ഇറാൻ്റെ മുൻപിൽ അങ്ങനെ ഒരു സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഏറെ നിർണായകമാണ് ഇറാൻ്റെ പ്രോക്സികളായിട്ടുള്ള സംഘടനകൾ എന്ന് പറയേണ്ടത്. ഇപ്പോൾ നമ്മൾ അങ്ങ് ഹൂത്തികളെ കുറിച്ച് പറഞ്ഞു, അതുപോലെ ഹെസ്ബുള്ള ഒരു സൈഡിൽ നിൽക്കുന്നു, ഇപ്പുറത്ത് ഇറാഖിൽ അവരുടെ സംഘടനകളുണ്ട്, ഇറാനിൽ ഇതേപോലെ ഇറാനിൽ നിന്ന് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെയും അങ്ങോട്ട് പോകുന്നതോറും പല സംഘടനകളാണ് ഇത്തരത്തിൽ പ്രോക്സികളായിട്ട് ഇപ്പോൾ രംഗത്തുള്ളത്. അവർക്ക് പലർക്കും ഇറാന് വേണ്ടിയിട്ടാണ്, ഇറാൻ്റെ താല്പര്യമാണ് ഈ സംഘടനകൾ നടപ്പിലാക്കുന്നതെന്നാണ് ഒരു നറേറ്റീവ് വരുന്നത്. പക്ഷേ അവർക്കും അവരുടേതായിട്ടുള്ള പ്രാദേശിക താല്പര്യങ്ങൾ അതിലുണ്ട് എന്നുള്ളത് മറ്റൊരു സത്യമാണ്. ഏത് തരത്തിലാണ് അതിനെ കാണുന്നത്? നമ്മൾ ഈ ഒരു മേഖലയിലെ പല വിഷയങ്ങളും ഐഡിയോളജിക്കലി റൂട്ടഡ് ആണ്. ചിലത് അവിടുത്തെ നാഷണലിസവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നത്, ചില കാര്യങ്ങൾ ആൻറ്റി വെസ്റ്റേൺ സെൻറ്റിമെൻറ്റ്സ് അല്ലെങ്കിൽ ആൻറ്റി US കുറച്ചുകൂടി സ്പെസിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ ഇങ്ങനെ പല രീതിയിൽ നമുക്ക് വേണമെങ്കിൽ ഇതിനെ വ്യാഖ്യാനിക്കാൻ പറ്റും. നമ്മൾ ഒന്നുകൂടി നോക്കുകയാണെങ്കിൽ ഈ മേഖല ഞാൻ പറഞ്ഞല്ലോ പലപ്പോഴും എക്സ്റ്റേണൽ ആയിട്ടുള്ള ആക്ടേഴ്സും സൂപ്പർ പവേഴ്സും പല കാലഘട്ടത്തിൽ പല രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അതൊന്നുകിൽ അവിടുത്തെ ഏതെങ്കിലും വിഭാഗത്തെ, അതായത് രാജഭരണത്തെയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വിഭാഗത്തെ സപ്പോർട്ട് ചെയ്തുകൊണ്ട രീതിയിലായിരിക്കാം, അല്ലെങ്കിൽ അവിടുത്തെ ഏതെങ്കിലും മിലിറ്റൻ്റ് ഗ്രൂപ്പ്സിന് വെപ്പൺസ് കൊടുത്തുകൊണ്ടുള്ള രീതിയിലായിരിക്കും പലതരത്തിൽ ഈ മേഖലയിൽ കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഒന്നുകിൽ മൊത്തമായിട്ടോ അല്ലെങ്കിൽ ഭാഗികമായിട്ടോ പല രീതിയിൽ കൺട്രോൾ ചെയ്യാൻ, ഈവൻ കുർദുകളടക്കം അവർ സ്വാധീനിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ കുർദ് മിലീഷ്യ ഗ്രൂപ്പിലൊക്കെ വെപ്പൺസ് സപ്ലൈ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഇപ്പോഴും നമുക്ക് കാണാൻ പറ്റും. അപ്പം ഇതേ ആളുകൾ തന്നെയാണ് ഈ മേഖല അവർ പറ്റുന്ന രീതിയിൽ ഡിവൈഡ് ചെയ്തിട്ട് ഭരിക്കാൻ, പണ്ട് കാലം മുതലേ നമ്മൾ കാണുന്ന ഡിവൈഡ് ആൻഡ്
റൂൾ എന്നുള്ള ഒരു വെസ്റ്റേൺ പോളിസിയുടെ, കൊളോണിയൽ പോളിസിയുടെ എക്സ്റ്റൻഷൻസ് അല്ലെങ്കിൽ പല പുതിയ ഭാവത്തിലും രൂപത്തിലും നമുക്കിവിടെ കാണാൻ പറ്റും. ഇപ്പോൾ തന്നെ നമ്മൾ ഈ ഇറാനുമായിട്ട് ബന്ധപ്പെട്ട സംഘർഷം ഒരു തരത്തിൽ വേണമെങ്കിൽ അത് സുന്നി ഷിയ കോൺഫ്ലിക്റ്റിൻ്റെ ഒരു എക്സ്റ്റൻഷനായിട്ട് വേണമെങ്കിൽ കാണാൻ പറ്റും. ഇറാൻ നമുക്കറിയാം ഒരു ഷിയ മെജോറിറ്റി രാഷ്ട്രമാണ്. അതേസമയം സൗദി അറേബ്യൻ ഗൾഫ് രാഷ്ട്രങ്ങൾ, ബഹ്റൈൻ ഒഴിച്ചുള്ള ബാക്കി മുഴുവൻ ഗൾഫ് രാഷ്ട്രങ്ങളും സുന്നി മെജോറിറ്റി രാഷ്ട്രങ്ങളാണ്. അപ്പോൾ ഇറാനെ ഒരു ശത്രു രാജ്യമായിട്ട് അവിടെ പ്രതിഷ്ഠിച്ച് നിർത്തി ബാക്കി സുന്നി രാഷ്ട്രങ്ങൾക്ക് വേണ്ട, നമ്മൾ ഈ അമേരിക്കൻ സപ്പോർട്ടേഴ്സിനെ നോക്കി നിങ്ങൾ കാണാൻ പറ്റും അത് ഏറെക്കുറെ എല്ലാം സുന്നി മെജോറിറ്റി രാഷ്ട്രങ്ങളാണ്. ഷിയ മെജോറിറ്റി രാഷ്ട്രങ്ങളായിട്ടുള്ളത് അവിടെ 3 രാഷ്ട്രങ്ങളാണ് മെയിൻലി. ഒന്ന് ഇറാനാണ് 90%, പിന്നീട് വരുന്നത് ഇറാഖും ബഹ്റൈനുമാണ്. അവിടെ ഏകദേശം 65 മുതൽ 70% വരെ ഷിയ കമ്മ്യൂണിറ്റീസാണ്. അപ്പം ഈ രാഷ്ട്രം, ഇപ്പോൾ ബഹ്റൈൻ നമുക്കറിയാം അൽ ഖലീഫ ഫാമിലിയാണ്. അവർ ഒരു ബഹ്റൈൻ്റെ കാര്യം വെച്ച് ബാക്കി എല്ലാം നമുക്ക് വേണമെങ്കിൽ എന്താണ് ഇപ്പം അമേരിക്കയ്ക്ക് എതിരായിട്ട് നിൽക്കുന്നവരാണ്. സദ്ദാം ഹുസൈൻ്റെ കാലത്ത് നമുക്ക് കാണാൻ പറ്റും, ആദ്യം സദ്ദാം ഹുസൈൻ അമേരിക്കയുടെ കൂടെ ആയിരുന്നു, പിന്നീടാണ് എന്താണ് അമേരിക്കയ്ക്ക് എതിരാവുന്നത്. സദ്ദാം ഒരു സുന്നിയായിരുന്നു. അങ്ങനെ കുറേ കോൺട്രഡിക്ഷൻസ് നമുക്ക് കാണാൻ പറ്റും. അതേസമയം സിറിയ, ബഷാർ അൽ ആസാദ് ഭരിച്ച സിറിയ ഒരു സുന്നി മെജോറിറ്റി രാഷ്ട്രമാണെങ്കിൽ കൂടി ബഷാർ അൽ ആസാദിൻ്റെ പാർട്ടി, ബാത്ത് പാർട്ടിയും അല്ലെങ്കിൽ അയാൾ ഉൾക്കൊള്ളുന്ന അവിടുത്തെ ആ ഒരു ഇത് ആക്ച്വലി ഹിംസെൽഫ് അയാൾ ഒരു ഷിയ വിഭാഗത്തിൽപ്പെടുന്ന ആളാണ്. അപ്പം അങ്ങനെ കുറേ ചെറിയ കോൺട്രഡിക്ഷൻസ് നമുക്കവിടെ കാണാൻ പറ്റും. അപ്പോൾ ഐഡിയോളജിക്കലായിട്ടുള്ള ഡിഫറൻസ് അതിൽ വരുന്നുണ്ട്. പിന്നെ അമേരിക്കൻ സപ്പോർട്ടേഴ്സ്, റഷ്യൻ അല്ലെങ്കിൽ ചൈനീസ് അല്ലെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യുന്ന രാഷ്ട്രങ്ങൾ, ഇങ്ങനെ പല രീതിയിൽ നമുക്കതിനെ വിഭജിച്ച് കണ്ടെങ്കിൽ മാത്രമേ ഒരു കംപ്ലീറ്റ് പിക്ചർ കിട്ടുള്ളൂ. അതിൻ്റെ കൂടെ തന്നെ ഓയിൽ പ്രൊഡ്യൂസിങ് കൺട്രീസും അതുപോലെ തന്നെ ഈ ഓയിൽ പ്രൊഡ്യൂസിങ് കൺട്രീസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന രാഷ്ട്രങ്ങൾ, പിന്നെ ഓരോ രാഷ്ട്രത്തിൻ്റെ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള കിടപ്പ് അല്ലെങ്കിൽ ചില രാഷ്ട്രങ്ങളുടെ അതൊന്നുകിൽ ഞാൻ പറഞ്ഞ പോലെ ഈ കടലിടുക്കുകളുടെ സാമീപ്യം, അല്ല എന്നുണ്ടെങ്കിൽ ചില മിലിറ്റൻ്റ് ഗ്രൂപ്പുകളുടെ സാന്നിധ്യം, അല്ലെങ്കിൽ ചില രാഷ്ട്രങ്ങളുടെ നൈബറിങ് കൺട്രീസിൻ്റെ സാന്നിധ്യം, ഇങ്ങനെ പല രീതിയിലാണ് ഓരോ രാഷ്ട്രങ്ങൾക്കും പ്രാധാന്യം വരുന്നത്. ഇപ്പോൾ ഇറാൻ്റെ ഒരു പ്രാധാന്യം നമുക്കറിയാം. ഇറാൻ ഒരുപാട് അഡ്വാൻറ്റേജ് ഉള്ള രാഷ്ട്രമാണ് ഭൂമിശാസ്ത്രപരമായിട്ട് തന്നെ. ഇപ്പം സാഗ്രോസ് പർവ്വതനിരയുണ്ട്, അതേപോലെ ചുറ്റിലും ഈ പറഞ്ഞ ആക്സസ്, ഇപ്പം ഈ ചോക്ക് പോയിന്റുകൾക്കുള്ള ആക്സസ്, ഇനി അവർക്ക് ഡയറക്റ്റ് ആക്സസ് ഇല്ലാത്ത സ്ഥലത്ത് അവരുടെ പ്രോക്സികളെ വെച്ച് ഹൂത്തീസിനെ വെച്ചിട്ട് അപ്പുറത്ത് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇങ്ങനെ പലതരത്തിൽ ഇറാൻ വർഷങ്ങളായിട്ട് ഉണ്ടാക്കിയെടുത്തൊരു നെറ്റ്വർക്ക് ഉണ്ട്. അത് വളരെ ഇൻഫ്ലുവൻഷ്യൽ ആണ്. നമുക്ക് അവിടെ വരുന്നൊരു സംശയം, ഈ പ്രോക്സി സംഘടനകൾ എന്ന് പറയുന്നത് പൊതുവെ ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമ ലോകമടക്കം വിലയിരുത്തുന്നത് ഇറാൻ്റെ പ്രോക്സി സംഘടനകൾ എന്നാണ് ഇവരെ പറയുന്നത്. ഇതിനൊക്കെ അപ്പുറം ഇവരുടെ ഈ പറയുന്ന സംഘടനകളെല്ലാം പ്രാദേശികമായി ഉളവെടുത്ത സംഘടനകളാണെന്ന് നമുക്കറിയാം. അപ്പോൾ ഇവരുടെ പ്രാദേശിക താല്പര്യങ്ങൾ ഇതിനോട് ചേർന്ന് പോകുന്നുണ്ടോ, അതോ ഇറാന് വേണ്ടി മാത്രമാണോ ഈ സംഘടനകൾ രംഗത്തുള്ളത് എന്നാണ് ഒരു ചോദ്യം വരുന്നത്. അല്ല, അത് ചോദ്യം വളരെ പ്രസക്തമാണ്. നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ ഈ സംഘടനകളുടെ ഓരോന്നിൻ്റെയും ഫോർമേഷൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് നമ്മൾ നോക്കണം. ഞാനത് പറഞ്ഞ പലപ്പോഴും ഈ പശ്ചിമേഷ്യയിൽ ഓരോ സംഘർഷങ്ങളും, റീജിയണൽ റൈവൽറിയും, യുദ്ധങ്ങളും, ഓരോ സംഗതി നോക്കുമ്പോൾ ഇതൊക്കെ സംഭവം ഇത് ഇസ്രായേലി പാലസ്തീൻ കോൺഫ്ലിക്റ്റുമായിട്ടോ അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ ഫോർമേഷനുമായിട്ടോ ഇസ്രായേലിൻ്റെ എക്സ്പാൻഷനിസ്റ്റ് പോളിസിയുമായിട്ടോ ഡയറക്റ്റ്ലി ഓർ ഇൻഡയറക്റ്റ്ലി കണക്റ്റഡ് ആണ്. ഇപ്പം മാഷി നേരത്തെ പറഞ്ഞു ഇറാൻ്റെ പ്രോക്സി സംഘടന, ആക്ച്വലി അവർ പ്രോക്സി എന്നുള്ള എത്രത്തോളം ടു വാട്ട് എക്സ്റ്റെൻഡ് എന്നുള്ള ചോദ്യം വന്നു. ഇറാൻ പറയുന്നതെല്ലാം കേൾക്കാൻ വേണ്ടിയിട്ടാണോ അല്ലെങ്കിൽ അവർക്ക് അവരുടേതായ ലക്ഷ്യങ്ങളുണ്ടോന്നും നമുക്ക് 1 by 1 ആയിട്ട് നോക്കാം. അപ്പോൾ ഒന്ന് ഹമാസിൻ്റെ ഒരു ഫോർമേഷൻ നോക്കാം. ഹമാസ് ഇറാൻ്റെ ഒരു പ്രോക്സി സംഘടന എന്നറിയപ്പെടുന്നത്. ഹമാസ് ആക്ച്വലി കോൺട്രാക്റ്റഡ് നോക്കുകയാണെങ്കിൽ ഇറാൻ്റെ ഏതാണ്ട് എല്ലാ പ്രോക്സി സംഘടന അധികം ഷിയ സംഘടനകളാണ്. പക്ഷേ ഹമാസ് ഒരു സുന്നി ഓർഗനൈസേഷനാണ്. അതിൻ്റെ ഒരു റൂട്ട് പറയുന്നത് ഈജിപ്തിലെ മുസ്ലിം ബ്രദർഹുഡുമായിട്ട് കണക്ട് ചെയ്താണ് പറയുന്നത്. 1928 മുസ്ലിം ബ്രദർഹുഡ് ഫോം ചെയ്യുന്നത്. ഹമാസ് ഫോം ചെയ്യുന്നത് 1987 ഈ 1987 ഒരു കോണ്ടെക്സ്റ്റ് കൂടി നമ്മൾ നോക്കണം. 1987 പലസ്തീനിൽ ആദ്യത്തെ ഇൻതിഫാദ നടക്കുന്നത്. ഇൻതിഫാദ എന്ന് പറഞ്ഞാൽ അപ്രൈസിങ്, ഒരു നാച്ചുറലായിട്ട് നടക്കുന്ന ഒരു അപ്രൈസിങ് ആണ്. അത് ഇസ്രായേലിൻ്റെ എക്സ്പാൻഷനിസ്റ്റ് പോളിസികൾക്കും അട്രോസിറ്റീസും അല്ലെങ്കിൽ ഒക്കുപ്പേഷൻ പോളിസികൾക്ക് എതിരായിട്ട് നടക്കുന്ന ഒരു സംഘർഷം അല്ലെങ്കിൽ ഡെമോൺസ്ട്രേഷൻ എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. അന്ന് ആ സംഘർഷം അവിടുത്തെ പലസ്തീനിയൻ അല്ലെങ്കിൽ യുവാക്കളും ആളുകളൊക്കെ ഇസ്രായേലി ഫോഴ്സിനെതിരെ കല്ലെറിഞ്ഞുകൊണ്ടൊക്കെയാണ് പ്രതിഷേധം തുടങ്ങുന്നത്. പിന്നീട് ഇതേ ഇൻതിഫാദ പിന്നെ 2000 വേറെ ഇൻതിഫാദ നടക്കുന്നത്. അത് കുറച്ചുകൂടി വയലൻറ്റ് നേച്ചറിലേക്കായിരുന്നു. അപ്പം ഞാൻ പറയുന്നത് ഈ ഒരു സംഘടന ഫോം ചെയ്യുന്ന കോണ്ടെക്സ്റ്റ് എന്ന് ആക്ച്വലി ഇവർ വർഷങ്ങളായിട്ട് ഫേസ് ചെയ്ത ഡിസ്ക്രിമിനേഷൻ അല്ലെങ്കിൽ അവരെ ടെറിട്ടറീസ് ഒക്കുപ്പൈ ചെയ്യുന്നതും അനക്സേഷൻ നടത്തുന്നതും സെറ്റിൽമെൻറ്റ് പോളിസികളും ഇതിനെ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഈ സംഘടന ആക്ച്വലി ഫോം ചെയ്യുന്നത്. പിന്നീട് നമുക്കറിയാം ആ ഒരു സംഘടനയുടെ ഓരോ ഘട്ടത്തിലും അത് കൂടുതൽ മിലിറ്റൻ്റ് നേച്ചറിലേക്ക് വരുന്നു. കൂടുതൽ ഇസ്രായേലിന് ഒരുപാട് അറ്റാക്ക് നടക്കുന്നു. അത് സൂയിസൈഡ് അറ്റാക്ക് ആയാലും പല രീതിയിൽ അറ്റാക്ക് നടക്കുന്നു. പിന്നീട് അവർ
അവരുടെ കപ്പബിലിറ്റീസും മിലിറ്ററി ഇൻഫ്രാസ്ട്രക്ചറും കാര്യങ്ങളും കൂടുതൽ ഡെവലപ്പ് ചെയ്യുന്നു. അത് ഓഫ് കോഴ്സ് അവിടെ ഇറാൻ്റെ സപ്പോർട്ടോടുകൂടി തന്നെയാണ് നടക്കുന്നത്, അല്ലെങ്കിൽ പലതരത്തിലുള്ള ഫണ്ടിങ് അവിടെ നടക്കുന്നതിന്. അപ്പം ഈ തരത്തിലാണ് ഹമാസിൻ്റെ ഒരു കോണ്ടക്സ്റ്റ്, ഒരു ഫോർമേഷൻ. ഇനി ഹിസ്ബുള്ളയുടെ ഫോർമേഷൻ ആണെന്നുണ്ടെങ്കിൽ ഈ സദേൺ ലെബനോനിൽ ഇസ്രായേലിൻ്റെ എക്സ്പാൻഷൻ നടക്കുന്ന ഒരു കോണ്ടക്സ്റ്റ് ഉണ്ട്. നമുക്കറിയാം ഈ 975 മുതൽ വേണമെങ്കിൽ 2000 വരെ 990 വരെ ഈ സിറിയൻ സിവിൽ വാറൊക്കെ നടക്കുന്നുണ്ട്. ഈ സിറിയൻ സിവിൽ വാറിൻ്റെ രക്ഷനായിട്ട് ലെബനോനിലും ക്രൈസിസ് നടക്കുന്നുണ്ട്. അപ്പോൾ ഈ നമുക്ക് ഇതിനൊക്കെ ഞാൻ പറഞ്ഞു പലസ്തീനുമായിട്ട് കണക്ട് ചെയ്യേണ്ടി വരും. കാരണം പലസ്തീനിൽ നിന്ന് ആട്ടി ഓടിക്കപ്പെട്ട അഭയാർത്ഥികൾ, പലസ്തീനിയൻസ് ആയിട്ടുള്ള അഭയാർത്ഥികൾ ആ മേഖലയിൽ പല രാഷ്ട്രങ്ങളിലാണ് അവർ അഭയം തേടിയത്. ജോർദാനിൽ ഒരുപാട് മെജോറിറ്റി ആളുകൾ ജോർദാനിൽ പോയി, പിന്നെ ഒരു നല്ല സൈസബിൾ നമ്പർ ലെബനോനിലേക്കാണ് പോയത്. അപ്പോൾ ലെബനോൻ്റെ സദേൺ സൈഡിലേക്ക് അവർ സെറ്റിൽ ചെയ്ത്, അല്ലെങ്കിൽ ബെയ്റൂത്തിൻ്റെ പല ഔട്ട്സ്കേർട്സിലൊക്കെയാണ് ഇവർ സെറ്റിൽ ചെയ്യുന്നത്. അപ്പോൾ 982 ലോകം ചർച്ച ചെയ്യപ്പെട്ടൊരു സാബ്ര ഷാത്തല മസാക്കറൊക്കെ അവിടെ നടക്കുന്നുണ്ട്. ഒരുപാട് എന്താ പറയുക, ഈ പലസ്തീൻ റിഫ്യൂജികൾ, അഭയാർത്ഥികളെ കൂട്ടക്കൊല ചെയ്യുന്ന ഒരു സിറ്റുവേഷനൊക്കെ ഉണ്ടായിരുന്നു. അത് ലെബനീസ് ഗ്രൂപ്പുകളും അതേപോലെ ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സും കൂടി ചേർന്നിട്ടാണ് അറ്റാക്കെല്ലാം നടക്കുന്നത്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കോണ്ടെക്സ്റ്റ് എന്താ വെച്ചാൽ, അപ്പോൾ അവിടെ ഒരു ആഭ്യന്തര സംഘർഷം, സിവിൽ വാർ പോലത്തെ ഒരു സിറ്റുവേഷൻ നടക്കുന്നത്. എഗെയിൻ ഈ പറഞ്ഞ പോലെ പലസ്തീനുമായിട്ട് ബന്ധപ്പെട്ട് ഈ പലസ്തീൻ അഭയാർത്ഥികളുടെ ഒരു പ്രസൻസ് പല തരത്തിൽ അവിടെ ഇൻറ്റേർണലി എന്താണ് അവിടുത്തെ ആളുകളുടെ ഇടയിൽ ഒരു ഡെമോഗ്രാഫിക് കോമ്പോസിഷനിലൊക്കെ ഇഷ്യൂസ് വരുന്നു. കാരണം ഈ ലെബനോൻ ഓൾറെഡി ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള സൊസൈറ്റിയാണ്. അവിടെ സുന്നികളുണ്ട്, ഷിയാക്കളുണ്ട്, മാരനൈറ്റ് ക്രിസ്ത്യൻസ് ഉണ്ട്. അങ്ങനെ ഒരു കോംപ്ലിക്കേറ്റഡ് ഡെമോഗ്രഫിയാണ്. അവിടുത്തെ പൊളിറ്റിക്കൽ സിസ്റ്റം തന്നെ ആ തരത്തിലാണ്. പ്രസിഡന്റ് എപ്പോഴും എന്താണ് ഒരു എന്താണ് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി വിടുന്ന ആളായിരിക്കും. അതുപോലെ തന്നെ പ്രൈം മിനിസ്റ്റർ സുന്നി ആയിരിക്കും, സ്പീക്കർ ഷിയ. ഇങ്ങനെ പല ഒരു കൺസോസിയേഷണൽ ഫോം ഓഫ് ഡെമോക്രസി എന്ന് പറയും. അങ്ങനെ ഒരു റെപ്രസെൻറ്റേഷണൽ ഡെമോക്രസിക്കൽ ഒരു പൊളിറ്റിക്കൽ സിസ്റ്റം വർക്ക് ചെയ്യുന്ന ഒരു രാഷ്ട്രമാണ് ലെബനോൻ. അങ്ങനെ ഒരു കോംപ്ലിക്കേറ്റഡ് സൊസൈറ്റിയാണ്. അപ്പോൾ അതിൻ്റെ സദേൺ സൈഡിൽ ഈ ഹിസ്ബുള്ളയുടെ പ്രസൻസ് വരെയുള്ള കോണ്ടക്സ്റ്റാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പം എപ്പോഴൊക്കെ ഈ ലെബനോനും ഇസ്രായേലും തമ്മിൽ സംഘർഷം, അല്ലെങ്കിൽ ഈ ലെബനോനിൽ ബേസ് ചെയ്തിരിക്കുന്ന പലസ്തീൻ അഭയാർത്ഥികൾ, അല്ലെങ്കിൽ അവരെ റെപ്രസെൻ്റ് ചെയ്യുന്ന PLO പലപ്പോഴും ഇസ്രായേലുമായിട്ട് സംഘർഷം വരുന്ന സമയത്തൊക്കെ സദേൺ ലെബനോനാണ് ഇതിൽ ടാർഗറ്റ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ സദേൺ ലെബനോനിലേക്ക് പലപ്പോഴും ഇസ്രായേൽ അറ്റാക്സ് നടക്കുന്ന കോണ്ടക്സ്റ്റ് ഉണ്ടാകുന്നത്. പാരലലായിട്ട് ഈ ലെബനീസ് ഗവൺമെൻറ് സദേൺ ലെബനോനോട് കാണിക്കുന്ന ഡിസ്ക്രിമിനേഷൻ, ഇത് രണ്ടും കൂടിയാണ് ആക്ച്വലി അവിടെ ഒരു ഷിയ മിലിറ്റൻ്റ് ഗ്രൂപ്പ് അവർ സ്ട്രെങ്തൻ ചെയ്യപ്പെടുന്നത്. കാരണം കൂടുതൽ ഷിയാക്കളും അവിടെയാണ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം ഈ ഹിസ്ബുള്ളയുടെ ഫോർമേഷൻ്റെ കോണ്ടക്സ്റ്റ് അതാണ്. ഇനി ഹൂത്തികളുടെ കേസ് അത് അവർ 990കളുടെ തുടക്കത്തിലാണ് വരുന്നത്. അവരും അവിടുത്തെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ ഈ മേഖലയിൽ സൗദി അറേബ്യ, UAE അടക്കമുള്ള രാഷ്ട്രങ്ങളുടെ ഇടപെടലും അവിടെ തന്നെ ഇൻറ്റേർണൽ ആയിട്ടുള്ള പൊളിറ്റിക്കൽ അല്ലെങ്കിൽ അതോറിറ്റേറിയൻ പൊളിറ്റിക്സിൻ്റെ ഭാഗമായിട്ടും അവർ ഫേസ് ചെയ്ത ഡിസ്ക്രിമിനേഷൻ്റെ ഒരു കോണ്ടക്സ്റ്റിലാണ് അവരും ഫോം ചെയ്യുന്നത്. പിന്നെ ഒരു സ്റ്റേജിൽ നമുക്ക് കാണാൻ പറ്റും ഇറാൻ ഈ എന്താണ് പല കോണ്ടക്സ്റ്റിൽ പല രാഷ്ട്രങ്ങൾ ഫോം ചെയ്യപ്പെട്ട ഇതേ മിലിറ്റൻ്റ് ഗ്രൂപ്പ്സിനെ പിന്നീട് ഫണ്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ അവർക്ക് വെപ്പൺസും വേണ്ട കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നു, അവരുമായിട്ട് ഒരു അലയൻസിലേക്ക് നടക്കുന്നു. പിന്നീട് അത് ഇറാന് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന മിലിറ്റൻ്റ് ഗ്രൂപ്പുകളായിട്ട് അവർ എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്നു. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും എപ്പോഴൊക്കെ ഈ മേഖലയിൽ സംഘർഷമായിട്ട് ബന്ധപ്പെട്ട് ഇറാൻ ഓപ്പൺലി ഇവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതായത് ഡിപ്ലോമാറ്റിക്കലി, അതായത് ഇറാൻ ഹമാസുമായിട്ടുള്ള യുദ്ധത്തിൽ കൃത്യമായിട്ട് ഒരുപക്ഷെ ബാക്കി മിഡിൽ ഈസ്റ്റിലെ രാഷ്ട്രങ്ങളൊന്നും ഈ സംഘടനകളെ എല്ലാം തള്ളി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറാൻ ഓപ്പൺലി ഇവരൊക്കെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഈ സംഘടനകളുടെ കോണ്ടക്സ്റ്റും അവർ ദേ ഹാവ് ദ റൈറ്റ് ടു ഡിഫെൻഡ് ദെയർ ടെറിട്ടറീസ് എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇറാൻ എപ്പോഴും സംസാരിച്ചത്, ഇപ്പോഴും സംസാരിക്കുന്നത്. അപ്പം ഇറാനും അവരും തമ്മിൽ ആ തരത്തിലൊരു ട്രസ്റ്റ് ഒരു സംഭവമുണ്ട്. അപ്പം അത് സ്വാഭാവികമായിട്ടും ഇറാൻ കൊടുക്കുന്ന സാമ്പത്തികമായിട്ടും അല്ലെങ്കിൽ സായുധമായിട്ടും കൊടുക്കുന്ന സപ്പോർട്ട് അതിൽ വലിയൊരു ഫാക്ടർ തന്നെയാണ്. പക്ഷേ ഇപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇതിൽ ഹമാസ് ഓൾറെഡി ഏറെക്കുറെ വേണമെങ്കിൽ തകർന്നു എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. അല്ലെങ്കിൽ ഹിസ്ബുള്ളയും ഇൻഫ്രാസ്ട്രക്ചർ വൈസും അതിൻ്റെ ലീഡർഷിപ്പ് നോക്കുകയാണെങ്കിലും ഒരുപാട് നഷ്ടം അതിനുണ്ടായിട്ടുണ്ട്. അതിലേറെ അവർക്ക് ഇറാന് വലിയൊരു നഷ്ടം സംഭവിച്ച എനിക്ക് തോന്നുന്നത് സിറിയ എന്നുള്ള രാഷ്ട്രം ഇറാൻ്റെ കൺട്രോളിൽ ഇൻഫ്ലുവൻസ് പോയി എന്നുള്ളതാണ്. കാരണം ഈ ഹമാസിനെയും അതേപോലെ ഹിസ്ബുള്ളയെയും ഇറാനൊക്കെ കണക്ട് ചെയ്യുന്നത് സിറിയ വഴിയായിരുന്നു. അവർ മെയിൻ ഒരു കണക്ടിവിറ്റി പോയിന്റിങ്. അപ്പോൾ ആ ഒരു പോയിന്റ് അവർക്ക് നഷ്ടപ്പെട്ട്, അപ്പം അത് അവരെ സംബന്ധിച്ചിടത്തോളം കാര്യമായിട്ടുള്ള ഒരു ക്ഷീണമായിട്ട് ഞാൻ കാണുന്നത്. അതേസമയം ഹൂത്തികളുടെ കേസ് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ഹൂത്തികൾ ആക്ച്വലി ഇറാൻ പലപ്പോഴും ഉപയോഗിക്കുന്നത് ഈ സൗദി അറേബ്യയുമായിട്ട് ബന്ധപ്പെട്ട ഇഷ്യൂ വരുന്ന സമയത്താണ് കൂടുതൽ ഹൂത്തികളെ നമ്മൾ രംഗപ്രവേശം ചെയ്തിട്ട് കാണാൻ പറ്റും. കാരണം ഹൂത്തികൾ യമൻ്റെ ടെറിട്ടറി കൂടുതലായിട്ട് സൗദി അറേബ്യയുമായിട്ടാണ് ബോർഡർ ഷെയർ ചെയ്യപ്പെടുന്നത്. അപ്പം സൗദി അറേബ്യയും ഇറാനും
തമ്മിൽ സംഘർഷം വരുന്ന സമയത്തും അല്ലെങ്കിൽ സൗദി അറേബ്യയും ഹൂത്തികളും സംഘർഷം വരുന്ന സമയത്താണ് ഹൂത്തികൾ കൂടുതൽ രംഗപ്രവേശം ചെയ്യാറ്. അത് അവർ സക്സസ്ഫുള്ളി അരാംകോയുടെ അടക്കമുള്ള ഒരുപാട് ഇൻഫ്രാസ്ട്രക്ചറൊക്കെ പല സമയത്തും അവർ അറ്റാക്ക് ചെയ്യപ്പെടുന്നുണ്ട്, സക്സസ്ഫുള്ളി അവരത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ ഒരു കോണ്ടെക്സ്റ്റിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഒരു പക്ഷേ ഇപ്പോൾ ഈ ഒരു വാറിൻ്റെ സെക്കൻഡ് സ്റ്റേജ് ഇപ്പോൾ നമ്മൾ തുടർച്ചയായിട്ട് 2 ആഴ്ചയോളം ട്രംപ് ഇറാനിൽ ബോംബാക്രമണം നടത്തി, പിന്നീട് പെട്ടെന്ന് നിൽക്കുകയാണ്, പിന്നീട് ഒരു 4-5 ദിവസം ഒന്നും നടന്നിട്ടില്ല. അതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റായിട്ട് ഞാൻ കാണുന്നത് സൗദി അറേബ്യ അടക്കം അറ്റാക്ക് നേരിടും. നേരത്തെ നമ്മൾ ഇറാൻ്റെ ടാർഗറ്റുകൾ നോക്കുകയെങ്കിൽ ഒന്നുകിൽ ബഹ്റൈൻ അല്ലെങ്കിൽ ഖത്തർ, കുവൈത്ത് പോലത്തെ ചെറിയ രാഷ്ട്രങ്ങളായിരുന്നു, അല്ലെങ്കിൽ UAE ആയിരുന്നു. സൗദി അറേബ്യ കൂടുതലായിട്ട് ടാർഗറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഈ യുദ്ധം തുടങ്ങിയതിന് ശേഷം, പ്രത്യേകിച്ച് അതിൻ്റെ സെക്കൻഡ് സ്റ്റേജിലൊന്നും. അപ്പം ഹൂത്തികൾ എന്താണ് ഇതിൽ വലിച്ചെടുക്കപ്പെട്ടു. പോപ്പുലർ മറ്റേ ലിബറേഷൻ ഫോഴ്സോ അങ്ങനെ എന്തോ ഒരു സംഘടനയാണ് ഇറാഖിൽ നിന്ന്. ഈ ഒന്നെന്താ വെച്ചാൽ ഇറാൻ ഈ മേഖലയിൽ നമ്മൾ പ്രത്യക്ഷത്തിൽ കാണുന്ന ഹൂത്തികളും ഹമാസും അല്ലെങ്കിൽ ഹിസ്ബുള്ള മാത്രമല്ല, ഇറാഖ് ബേസ്ഡ് ആയിട്ടും സിറിയ ബേസ്ഡ് ആയിട്ടും വേറെയും ഒരുപാട് ചെറുതും വലുതുമായിട്ടുള്ള പല സായുധ സംഘങ്ങളും ഇറാനെ സപ്പോർട്ട് ചെയ്യാൻ ഈ മേഖലയിൽ മൊബിലൈസേഷൻ പല ഫോഴ്സുകളുണ്ട്. അതിൽ അത് ഐഡിയോളജി വലിയൊരു ഒരു ഇതുണ്ട്. പ്രത്യേകിച്ച് കുറേ കൂടുതലായിട്ട് ഷിയ മിലിറ്റൻ്റ് ഗ്രൂപ്പ്സ് ആണ്. പിന്നെ ഇവരൊക്കെ കോർത്തിണക്കുന്ന ഒരു സാധനം ആൻറ്റി വെസ്റ്റേൺ അല്ലെങ്കിൽ ആൻറ്റി ഇൻ്റർവെൻഷൻ, ഒരു വെസ്റ്റേൺ ഒക്കുപ്പേഷനും ഇൻഫ്ലുവൻസിനും എതിരായിട്ടാണ് പലതും ഇതിൻ്റെയൊക്കെ ഒരു റൂട്ടായിട്ട് കിടക്കുന്നത്. അപ്പോൾ അത് ആ ഒരു കോസ് അവിടെ ഉള്ളിടത്തോളം കാലം എന്താണ് ഇതിൻ്റെയൊക്കെ എപ്പോഴും ഒരു സാധ്യത, അത്തരം സംഘടനകൾക്ക് ആ മേഖലയിൽ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അതിനെ ഇറാൻ അടക്കമുള്ള രാഷ്ട്രങ്ങൾ മാക്സിമം എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നു. ഇതിനകത്ത് നമുക്കെപ്പോഴും ഇന്ത്യക്കാരെന്ന നിലയിൽ നമുക്കുണ്ടാകുന്ന ഒരു ആശങ്ക ഇതിൻ്റെ അവസാനം ചോദിക്കേണ്ടതാണ്. ഇപ്പോൾ I2 U2 എന്ന് പറയുന്ന ഇന്ത്യ, ഇസ്രായേൽ, US, UAE എന്ന് പറയുന്ന സഖ്യം നിൽക്കുന്നു. IMEC എന്ന് പറയുന്ന ഇന്ത്യ മിഡിൽ ഈസ്റ്റ് എക്കണോമിക് കോറിഡോർ അവിടെ നിൽക്കുന്നു. അപ്പോൾ ഇതിലൊക്കെ വലിയ പ്രതീക്ഷകളോടുകൂടിയാണ് ഇന്ത്യ അംഗമാകുന്നത്. മറ്റൊരു വശത്ത് ഇന്ത്യ ചബഹാർ തുറമുഖത്തിൽ വലിയ രീതിയിൽ ഫണ്ട് മുടക്കിയിരുന്നു. അപ്പോൾ അടുത്ത കാലത്തായിട്ട് ഇന്ത്യ അതിൽ നിന്ന് പിൻവാങ്ങുന്നു എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഒരു വശത്ത് നിൽക്കുന്നുണ്ട്. എങ്കിലും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതീക്ഷകൾ, ഇന്ത്യയുടെ വളർച്ചയുടെ ഭാഗമായിട്ട് ഇന്ത്യക്ക് വലിയ പ്രതീക്ഷകളുള്ളൊരു സ്ഥലം, നമ്മുടെ എക്കണോമിയിലേക്ക് വിദേശ നാണ്യം വരുന്നത്, പുറത്തുള്ള തൊഴിലടക്കമുള്ള വിഷയങ്ങളിൽ വിദേശ നാണ്യം വരുന്നതിൽ ഏകദേശം പകുതിയോളം വരുന്ന ഒരു മേഖല. അപ്പോൾ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നാണ് നമുക്ക് അത്രയും പണം വരുന്നത്. അപ്പോൾ അങ്ങനെ വളരെ ക്രിട്ടിക്കലായൊരു ഏരിയയിൽ ഉണ്ടാകുന്ന ഈ ഒരു സംഘർഷം ഇന്ത്യയുടെ ഇത്തരത്തിലുള്ള താല്പര്യങ്ങളെ ഏത് തരത്തിലാണ് ഹനിക്കുക, ഏത് തരത്തിലാണ് അത് ബാധിക്കുക? ഇന്ത്യയുടെ താല്പര്യങ്ങൾ നമുക്കറിയാം. ഈ മേഖലയും ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നത് ഇപ്പം നേരത്തെ സാർ ഓൾറെഡി സൂചിപ്പിച്ചു കഴിഞ്ഞു. നമ്മളവരെ ഡിപ്പെൻഡ് ചെയ്യുന്നത് 2-3 കാര്യങ്ങൾക്കാണ്. ഒന്ന് സ്വാഭാവികമായിട്ടും എനർജി സെക്യൂരിറ്റി തന്നെയാണ്. ആ മേഖലയാണ് ലോകത്തിൽ പ്രധാനപ്പെട്ട ഈ ഓയിൽ അല്ലെങ്കിൽ നാച്ചുറൽ ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന മേഖല. അത് ഏതാണ്ട് എല്ലാ ഗൾഫ് രാഷ്ട്രങ്ങളും, പ്രത്യേകിച്ച് ഇറാനെയും ഖത്തറിൻ്റെ പ്രാധാന്യം, അവർക്ക് ഓയിലും ഉണ്ട്, അതുപോലെ തന്നെ നാച്ചുറൽ ഗ്യാസ് ഉള്ള 2 രാഷ്ട്രങ്ങളാണ്. അപ്പം ഈ മേഖലയിൽ എന്തെങ്കിലും സംഘർഷം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും ആ മേഖലയെ എനർജി സെക്യൂരിറ്റിക്ക് ഡിപ്പെൻഡ് ചെയ്യുന്ന രാഷ്ട്രങ്ങൾ, അത് ഇന്ത്യ മാത്രമല്ല, ഈസ്റ്റേൺ ഏഷ്യൻ കൺട്രീസ് എല്ലാം, അത് ജപ്പാനും കൊറിയ അല്ലെങ്കിൽ ചൈന അടക്കമുള്ള രാഷ്ട്രങ്ങളൊക്കെ അത് ബാധിക്കും. പിന്നെ യൂറോപ്യൻ കൺട്രീസിനൊക്കെ അത് ബാധിക്കും, ഒരു സംശയമില്ല. അപ്പം അത് എനർജി സെക്യൂരിറ്റിയായിട്ട് ബന്ധപ്പെട്ട്. പിന്നെ നമുക്ക് അല്ലാതെ തന്നെ സ്ട്രാറ്റജിക് ആയിട്ടും പലതരത്തിൽ പാർട്ണർഷിപ്പുള്ള രാഷ്ട്രങ്ങളുണ്ട്. ഇപ്പം ഡിഫൻസുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഇസ്രായേലുമായിട്ട് ഒരു പാർട്ണർഷിപ്പ് ഉണ്ടെന്ന് നമുക്കറിയാം. അതേപോലെ തന്നെ സെക്യൂരിറ്റി സ്ട്രാറ്റജിക് വൈസായിട്ട് UAE-യുമായിട്ട് I2 U2ൻ്റെ കാര്യമെല്ലാം പറഞ്ഞു, UAE-യുമായിട്ട് നമ്മൾ ബന്ധമുണ്ട്. അതേസമയം ഇന്ത്യ എപ്പോഴും ഈ ഒരു മേഖലയെ ഒരു ബാലൻസ് ചെയ്യാനാണ് ശ്രമിക്കാറ്, റീജിയണൽ റൈവൽറിയുടെ ഭാഗമാകാതെ. അതിപ്പോൾ ഇസ്രായേൽ പലസ്തീൻ കോൺഫ്ലിക്റ്റ് ആയിക്കോട്ടെ, ഇറാൻ സൗദി കോൺഫ്ലിക്റ്റ് ആയിക്കോട്ടെ, ഇറാൻ ഇസ്രായേൽ കോൺഫ്ലിക്റ്റ് ആയിക്കോട്ടെ, ഇന്ത്യ എല്ലാവരുമായിട്ടും ഒരു ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളും കീപ്പ് ചെയ്യുന്നു. അതേസമയം ഇന്ത്യയുടെ നാഷണൽ ഇൻട്രസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യുന്ന തരത്തിൽ നമ്മൾ ഫോറിൻ പോളിസി എപ്പോഴും അങ്ങനെ പോകുള്ളൂ. നാഷണൽ ഇൻട്രസ്റ്റ് ആണ് അതിലെപ്പോഴും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. അപ്പം അതിനനുസരിച്ചായിരിക്കും ഓരോ കാലഘട്ടത്തിൽ നമ്മുടെ ഫോറിൻ പോളിസി എപ്പോഴും വരുന്നത്. അപ്പം ഇന്ത്യക്ക് എപ്പോഴും ഇന്ത്യയുടെ നാഷണൽ ഇൻട്രസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളൊരു ഓപ്ഷൻ മാത്രമേ എപ്പോഴും അതിലുണ്ടാവുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് ഫോളോ ചെയ്യുന്നു അതാത് കാലഘട്ടത്തിൽ. ഇനി അതിൻ്റെ കൂടെ ചേർത്ത് വയ്ക്കേണ്ട ഇപ്പം ഈ ഒരുപാട് പ്രവാസികളുടെ കാര്യം പറഞ്ഞു. നമുക്കറിയാം ഈ മേഖല അത് നമുക്ക് ഇന്ത്യക്കോ അല്ലെങ്കിൽ മലയാളികൾക്ക് മാത്രമേ, ഈവൻ ആ മേഖലയുടെ നിലനിൽപ്പ് പോലും ഈ പറഞ്ഞ ഫോറിൻ കൺട്രീസ് ലേബർ ഫോഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇപ്പം UAE അല്ലെങ്കിൽ ഖത്തർ അല്ലെങ്കിൽ ബഹ്റൈൻ പോലത്തെ രാഷ്ട്രങ്ങൾ എടുക്കുകയാണെങ്കിൽ അവിടുത്തെ 75% അധികം വരുന്ന ജനങ്ങൾ എന്ന് പറഞ്ഞാൽ
വിദേശികളാണ്. ആ വിദേശികളിൽ നല്ല ശതമാനം ഇന്ത്യക്കാരാണ്. ആ ഇന്ത്യക്കാരിൽ നല്ല ശതമാനം മലയാളികളാണ്. 1 കോടിയോളം ഇവരൊക്കെ ഈ മേഖലയെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. അപ്പം ആ മേഖലയ്ക്ക് എന്ത് സംഭവിക്കാന്ന് പറഞ്ഞാൽ ആ മേഖലയിൽ ജീവിക്കുന്ന, ആ മേഖലയെ ഡിപ്പെൻഡ് ചെയ്ത് തൊഴിൽ ചെയ്ത് ജീവിക്കുന്ന ലക്ഷോപലക്ഷം മലയാളികളായിക്കോട്ടെ അല്ലെങ്കിൽ ആരായിക്കോട്ടെ ഇവരൊക്കെ ബാധിക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരിങ്ങോട്ട് അയക്കുന്ന പണത്തിന് കുറവ് വരും. അവരിങ്ങോട്ട് അയക്കുന്ന പണത്തിന് കുറവ് വന്നാൽ സ്വാഭാവികമായിട്ടും ഇവിടെ നടക്കുന്ന ഡെവലപ്മെൻറ്റൽ ആക്ടിവിറ്റീസിനും കാര്യങ്ങളൊക്കെ കുറയും. ഏറ്റവും സിമ്പിളായിട്ടൊരു എക്സാമ്പിൾ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ സപ്പോസ് നമ്മുടെ നാട്ടിൽ ഒരു ആവറേജ് ഒരു പ്രവാസി, വിദേശത്ത് നല്ല സാലറിയോട് കൂടി ജോലി ചെയ്തിരുന്ന പ്രവാസി ഈ യുദ്ധം തുടങ്ങുന്നത് വരെ കൃത്യമായിട്ട് എല്ലാ മാസവും മുടങ്ങാതെ സാലറി കിട്ടിയിരുന്ന ഒരാൾ ഒരു സുപ്രഭാതത്തിൽ യുദ്ധം തുടങ്ങിയതിന് ശേഷം ഒരു അൺസർട്ടനിറ്റി വന്നതിന്, പ്രത്യേകിച്ച് UAE എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഇവരെ ജോലിക്കൊരു സെക്യൂരിറ്റി അവർ പ്രൊവൈഡ് ചെയ്യുന്നില്ല. ചില ആളുകളോട് നാട്ടിലേക്ക് മടങ്ങാൻ പറയുന്നു താൽക്കാലികമായിട്ട്, ചില ആളുകളോട് അടുത്തൊരു അറിയിപ്പുണ്ടെങ്കിൽ മാത്രമേ തിരിച്ച് വന്നാൽ മതി എന്ന് പറയുന്നു. അവിടെ കുടുംബ സമേതം അവിടെ സെറ്റിൽ ചെയ്ത ആളുകൾക്കൊക്കെ അവരെ ഫൈനാൻഷ്യൽ കാര്യങ്ങളൊക്കെ മീറ്റ് ചെയ്യുന്ന ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നു. ഒരു അൺസർട്ടനിറ്റി ഫ്യൂച്ചറിനെ പറ്റിയിട്ട്. അവിടെ ഓൾറെഡി ഇൻവെസ്റ്റ് ചെയ്ത ഒരുപാട് വിദേശ രാഷ്ട്രങ്ങളും കമ്പനികളും എല്ലാം പുതിയ തട്ടങ്ങൾ തേടി പോകുന്നു. അല്ലെങ്കിൽ പല രാഷ്ട്രങ്ങൾക്കുണ്ടായിരുന്ന ഇമേജ് തന്നെ നഷ്ടപ്പെട്ടു. അതിൽ തന്നെ എപ്പോഴും UAE ആണ് ഒരു പക്ഷേ അവരുടെ ഇമേജ് നഷ്ടപ്പെട്ടത്. കാരണം ഏറ്റവും സേഫ് ആയിട്ടുള്ള, സെക്യൂർ ആയിട്ടുള്ള, സ്റ്റേബിൾ ആയിട്ടുള്ള, ഇൻവെസ്റ്റ്മെൻറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള അത്തരം ഒരു ഡെസ്റ്റിനേഷൻ്റെ ഒരു ഇമേജ്, അല്ലെങ്കിൽ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ, അല്ലെങ്കിൽ ഒരു ട്രാൻസിറ്റ് ഹബ്ബ്, അബുദാബി, ദുബായ്, ഇങ്ങനെ ഒരുപാട് ഇമേജ് ആ രാഷ്ട്രത്തിന് അതെല്ലാം ഒറ്റയടിക്കങ്ങ് നഷ്ടപ്പെടുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇൻവെസ്റ്റേഴ്സ് എല്ലാം പുതിയ തട്ടങ്ങൾ, സിംഗപ്പൂരോ പുതിയ സ്ഥലങ്ങളൊക്കെ തേടി പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ ഈ വർഷങ്ങളായിട്ട് ഉണ്ടാക്കിയെടുത്ത ഒരു ഇമേജ് ഉണ്ട്. ഇപ്പോൾ മിഡിൽ ഈസ്റ്റ് നമ്മളെപ്പോഴും പറയുന്നത് എപ്പോഴും കോൺഫ്ലിക്റ്റ് നടക്കുന്ന ഒരു വാർ സോൺ ആയിട്ടാണ്. പക്ഷെ അപ്പോഴൊക്കെ ഇതൊക്കെ നമ്മളെപ്പോഴും ഇസ്രായേൽ, ലെബനോന്, സിറിയ, അല്ലെങ്കിൽ ഇറാഖ്, യമൻ, ഇവിടെയാണ് എപ്പോഴും പറയാറ്. ഗൾഫ് രാഷ്ട്രങ്ങൾ എപ്പോഴും നമ്മൾ കമ്പാരിറ്റീവ്ലി സേഫ് സോൺ ആയിട്ടാണ് എപ്പോഴും കാണാറ്. ഈ ഗൾഫ് രാഷ്ട്രങ്ങളാണ് ഇപ്പോൾ കഴിഞ്ഞ 5-6 മാസമായിട്ട് കണ്ടിന്യൂസ്ലി ഓരോ രാഷ്ട്രങ്ങൾ കൃത്യമായിട്ട് ടാർഗറ്റ് ചെയ്യപ്പെടുകയാണ്. അപ്പോൾ ആ രാഷ്ട്രങ്ങൾക്ക് ഉണ്ടായിരുന്ന ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള, സെക്യൂർ ആയിട്ടുള്ള സ്ഥലം ഒരു രാഷ്ട്രങ്ങൾ എന്നുള്ള ഇമേജ് നഷ്ടപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും ആ മേഖലയെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിനായിക്കോട്ടെ അല്ലെങ്കിൽ പ്രവാസികളായിക്കോട്ടെ അവരെ തൽക്കാലത്തേക്ക് അത് ബാധിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർ നാട്ടിലേക്ക് അയക്കുന്ന പണത്തിന് കുറവ് വരുന്നു, അല്ലെങ്കിൽ അവർ നാട്ടിൽ ഉണ്ടാക്കാൻ വിചാരിക്കുന്ന കൺസ്ട്രക്ഷൻ ആയിക്കോട്ടെ, ഡെവലപ്മെൻറ്റൽ ആക്ടിവിറ്റീസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞത് ഒരു വീടിൻ്റെ നിർമ്മാണം തന്നെ ഒരു പക്ഷേ പാതി വഴിയിൽ നിലക്കുന്ന സിറ്റുവേഷനിലേക്ക് എത്താം. അല്ലെങ്കിൽ അവരുടെ മനസ്സിലെ സങ്കല്പത്തിലെ ഒരു ഡ്രീം പ്രൊജക്റ്റിൽ നിന്നും ചിലപ്പോൾ താൽക്കാലികമായിട്ട് പുറകോട്ട് നിൽക്കാം. ഒരു പക്ഷേ ഒരാൾ 2 നില വീട് അല്ലെങ്കിൽ ഒരു വീടിൻ്റെ മുന്നിൽ ഇൻ്റർലോക്ക് ചെയ്യാൻ തീരുമാനിക്കുന്നു. അപ്പോഴാണ് ഈ ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. ഒരു അൺസർട്ടനിറ്റി, ഫ്യൂച്ചറിനെ പറ്റിയിട്ട്, ജോബിൻ്റെ ഒരു സേഫ്റ്റി നഷ്ടപ്പെടുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും അയാൾ ആ ഒരു ഇതിൽ നിന്ന് പിൻവാങ്ങുന്നു. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? അയാളെ വീടിൻ്റെ ഇൻ്റർലോക്കിൻ്റെ ഒരു കൺസ്ട്രക്ഷനെ മാത്രമല്ല അത് ബാധിക്കുന്നത്, ആ മേഖലയെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന ഒരു മലയാളി അല്ലെങ്കിൽ ബംഗാളി ഇവിടെ ഉണ്ടാവുമല്ലോ, അയാളെ തൊഴിലിനെ അത് ബാധിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കാണാത്ത തരത്തിൽ ഇത് ഇൻഡയറക്റ്റ് ആയിട്ട് ഒരു ചെയിനായിട്ട് ഒരുപാട് ആളുകൾ ഇത് ബാധിക്കുന്നുണ്ട്. അപ്പം അതുപോലെ ഒരു കൺസ്യൂമറിസം നമ്മുടെ കൾച്ചറാണ്. അപ്പം നമുക്ക് ലുലു മാളുണ്ട്, അല്ലെങ്കിൽ നാട്ടിൽ ഒരുപാട് പൊങ്ങി വന്ന ഒരുപാട് ബിസിനസ് സംരംഭങ്ങളുണ്ട്. ഇങ്ങോട്ടേക്കൊക്കെ പോകുന്ന ആളുകൾ മെയിനായിട്ട് നല്ലൊരു ശതമാനം ഗൾഫ് മണിയെ തന്നെ ആശ്രയിച്ചെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ലാതെ കേരളത്തിൽ ഒരുപാട് ഒന്നുമില്ലല്ലോ. അപ്പം ഈ അവിടുന്ന് വരുന്ന റെമിറ്റൻസസ് അല്ലെങ്കിൽ ആ ഒരു ഫ്ലോ ഓഫ് മണി, അതിന് എന്തെങ്കിലും ഒരു ഇൻറ്ററപ്ഷൻ സംഭവിച്ചാൽ സ്വാഭാവികമായിട്ടും ഇവിടെ ആളുകൾ നാട്ടിൽ സ്പെൻഡ് ചെയ്യുന്ന, ഇൻവെസ്റ്റ് ചെയ്യുന്ന അതിന് ആനുപാതികമായിട്ട് കുറവ് സംഭവിക്കുന്നു. അത് നാട്ടിലെ ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള മേജറോ മൈനറോ ആയിട്ടുള്ള കൺസ്ട്രക്ഷൻ വർക്കിൻ്റെ രൂപത്തിലേക്കാണ് അതെല്ലാം അഫക്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അത് പക്ഷേ നമ്മൾ പ്രത്യക്ഷത്തിൽ കാണുന്നില്ല. അത് എത്രത്തോളം എങ്ങനെയൊക്കെ ബാധിച്ചിട്ടുണ്ട്, ഇനി എങ്ങനെ ബാധിക്കുമെന്നുള്ളതൊക്കെ അഗെയിൻ ഈ കോൺഫ്ലിക്റ്റ് എത്ര നാൾ നീണ്ടു നിൽക്കും, ഏതൊക്കെ രാഷ്ട്രങ്ങൾ വീണ്ടും അതിലേക്ക് വലിച്ചെടുക്കപ്പെടുന്നു, അതിനനുസരിച്ചിരിക്കും. എനിക്ക് തോന്നുന്നു നമ്മൾ ഈ ചർച്ച അവസാനിപ്പിക്കേണ്ട ഒരു സമയമായി എന്ന് തോന്നുന്നു. അത് പശ്ചിമേഷ്യയിൽ സമാധാനം പുലരട്ടെ എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ നമുക്ക് പറയാനാവുക. മറ്റൊരു വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.